ആദ്യത്തതിന് നമ്മൾ പറയുന്നത് പ്രത്യക്ഷം എന്നാണ്. രണ്ടാമത്തത് അപ്രത്യക്ഷം എന്ന്. അപ്പം അതുകൊണ്ട് പ്രത്യക്ഷമായിട്ടും അപ്രത്യക്ഷമായിട്ടുമുള്ള എല്ലാവർക്കും നമസ്കാരം. എന്താണ് പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ? എന്നെ കണ്ടിട്ട് പേടിയാവുന്നുണ്ടോ? അല്ല, എനിക്ക് അങ്ങനെ ഒരു സംശയം. ഞാൻ ഈ മാലയൊക്കെ വെറുതെ ഇട്ടിരിക്കണം കേട്ടോ, അത് എന്നാലേ ഇവിടെ കയറി ഇരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അന്തര്യാമിയായ നമ്മളെ അലങ്കരിക്കുക എന്നുള്ളതേ ഉള്ളൂ, നമ്മളെ അല്ല. അപ്പം നമുക്കൊരു സന്തോഷം വേണമല്ലോ. സ്വാമിജി എപ്പോഴും ഇവിടെ പറയാറുണ്ടല്ലോ, നമ്മളെപ്പോഴും സന്തോഷം, ആനന്ദമാണ് വേണ്ടത്. അതുകൊണ്ടാണ് ആനന്ദകൃഷ്ണ എന്ന് നമ്മൾ പറയുന്നത്. ചിലർക്ക് എത്ര നമ്മൾ നോക്കിയാലും ആനന്ദം ഉണ്ടാവുന്നില്ല. അതാണ് ഇന്നത്തെ വിഷയം. ദക്ഷ ഗർവം ഹോമിക്കപ്പെട്ട യാഗം. അത് കഴിഞ്ഞപ്പോൾ ദക്ഷൻ്റെ ബുദ്ധി നേരെയായി എന്നാണ്. അപ്പം എന്താണ് പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ? ആലോചിച്ച് നോക്കിക്കോളൂ. കാണാൻ പറ്റുന്നതെന്നാണോ? ആവാൻ സാധ്യതയില്ല. കാരണം എന്താണ്? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി ഇവയെ കൊണ്ടൊക്കെ നമുക്ക് ഒരു വസ്തുവിൻ്റെ സാന്നിധ്യം അറിയാൻ സാധിക്കുന്നതിനെയാണ് പ്രത്യക്ഷം എന്ന് പറയുക. ഇപ്പം സാമ്പാർ തിളച്ചോ എന്നറിയാൻ കണ്ണ് വേണോ? അത്ര പരിചയം പോരാന്ന് തോന്നുന്നു അല്ലേ? അതിന് മൂക്ക് മതി അല്ലേ? അപ്പം അതാണ് പ്രത്യക്ഷം. അപ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി ഇവയെ കൊണ്ട് നമുക്ക് ഒന്നിൻ്റെ സാന്നിധ്യത്തെ അറിയാൻ പറ്റാതെ വരുന്നതിനെയാണ് അപ്രത്യക്ഷം എന്ന് പറയുക. പക്ഷെ നമ്മൾ ഭാഗവതത്തിൽ നോക്കിയാൽ ഭാഗവതം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈശ്വര സ്വരൂപം പ്രത്യക്ഷമാണോ അപ്രത്യക്ഷമാണോ എന്നാണ്. എന്തായിരിക്കും? ഈശ്വര സ്വരൂപം പ്രത്യക്ഷമാണോ അതോ അപ്രത്യക്ഷമാണോ? ഈശ്വര സ്വരൂപത്തിനെ പ്രത്യക്ഷമെന്നോ അപ്രത്യക്ഷമെന്നോ അല്ല പറയുക. ഈശ്വര സ്വരൂപത്തെ നമ്മൾ പറയുന്ന പേര് അപരോക്ഷം എന്നാണ്. എന്താ പറയുക? ഒന്ന് കുറച്ചും കൂടെ ശബ്ദത്തിൽ പറഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവും. അപരോക്ഷം. കാരണം ഈ നമ്മൾ ഒരുമിച്ചുള്ള യാത്രയാണ്, അല്ലാതെ ഒരാൾ പറയുക ബാക്കിയുള്ളവർ കേൾക്കുക. കാരണം ഇവിടെ പ്രായമോ ഭേദമോ ഒന്നുമല്ല. ഈശ്വരൻ്റെ മുൻപിൽ വരാൻ സാധിച്ച അപാരമായ പുണ്യത്തെ സ്മരിച്ചാൽ നമ്മളെങ്ങനെയാണ് നമ്മൾ അതിൽ ലയിച്ചു പോവാതിരിക്കുക? ഇപ്പം ഇവിടെ തന്നെ വന്നപ്പോൾ എന്തൊരു അത്ഭുതമാണ് നമ്മൾ കാണുന്നത്. പണ്ടത്തെ സത്രശാല താഴേന്ന് വിടുന്നു, മുകളിലേക്ക് കയറ്റി വിട്ടു, ഇവിടെ എത്തി. അപ്പോൾ ശരിക്കും ഇതൊരു ഈശ്വര ലീലയാണ്. ഇച്ഛാശക്തിയുടെ അപാരമായിരിക്കുന്നൊരു പ്രകടീകൃത ഭാവമാണ് ഈ കാണുന്നത്. കാരണം എല്ലാവരും ചോദിക്കുന്നതാണ്, ഭാരതീയ സന്യാസധർമ്മത്തിന് ഈ ലോകത്തിന് എന്ത് സംഭാവനയാണ് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് ആധുനികന്മാരുടെ ചോദ്യമുണ്ട്. ആലോചിക്കേണ്ടതാണ്. അവിടെയാണ് നമ്മൾ ഇപ്പോഴും ഭാരതത്തിൻ്റെ സന്യാസ സംസ്കാരത്തിൻ്റെ അഖണ്ഡത, അതിൻ്റെ അജയ്യത എങ്ങനെയാണെന്ന്, അതൊരു പ്രശംസയല്ല, മറിച്ച് അതൊരു വസ്തുതയാണ്. ഭാരതത്തിൽ സന്യാസം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഉള്ള അവസ്ഥയൊന്ന് ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഈ ഭാരതത്തിൻ്റെ അവസ്ഥ. അപ്പം അതുകൊണ്ടാണ് പറയുക, ഇതിനൊക്കെയുള്ള അനാദൃശ്യമായൊരു ഭാഗ്യാതിരേകം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടായില്ലേ? ഇതിൽ പരം പുണ്യം ഈ പ്രപഞ്ചത്തിൽ എന്താണുള്ളത്? അപ്പം അതുകൊണ്ടാണ് പറയുക, ആനന്ദമാണ് നമ്മുടെ സഹജമായ സ്വരൂപം. അത് മറന്നു പോകുമ്പോഴാണ് ശരിക്കും ഈ യാഗം ശിവവിഹീനമായി ദക്ഷന് ചെയ്യേണ്ടി വന്നത്. നമ്മളുടെ ജീവിതം തന്നെയാണ് ഈ കഥയിൽ പറയാൻ തുടങ്ങുന്നത്. അപ്പോൾ അപരോക്ഷമായ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപരോക്ഷ സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എന്താണ് ഈ അപരോക്ഷാനുഭൂതി? ശങ്കരാചാര്യസ്വാമികൾ അപരോക്ഷാനുഭൂതി എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. അപരോക്ഷാനുഭൂതി. അപരോക്ഷത്തിന് ഏറ്റവും നല്ല ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കണ്ണ് തന്നെയാണ്. ഇപ്പം നമ്മുടെ കണ്ണുകൊണ്ട് ചിലതൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, എല്ലാം പറ്റില്ല, അതിന് പരിമിതിയുണ്ട്. കണ്ടാലും അത് കാഴ്ചയാവണമെന്നില്ല. ന്യൂറോളജിയിൽ അങ്ങനെ ഒരു സെൻ്റർ ഉണ്ട്. DMൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ പഠിക്കുന്ന സമയത്ത്
ഈ ഡോക്ടർ ഇൻ മെഡിസിൻകാർക്കുള്ള ടെക്സ്റ്റിലൊക്കെ കാണാം കാപ്ഗ്രാസ് സിൻഡ്രം എന്ന് പറഞ്ഞൊരു സിൻഡ്രം ഉണ്ട്. ഈ കാപ്ഗ്രാസ് സിൻഡ്രം എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും, പക്ഷെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പം എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് അവർ ഉത്തരവൊന്നും പറഞ്ഞിട്ടില്ല. ഇതേ ചോദ്യം തന്നെയാണ്, അതായത് കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കി പറഞ്ഞാൽ, ഇപ്പോൾ ഇതിലെ എൻ്റെ അമ്മ നടന്നു പോവുകയാണെങ്കിൽ ഞാനിവിടെ ഇരുന്ന് വയലൻ്റ് ആവും, എനിക്ക് ഈ കാപ്ഗ്രാസ് സിൻഡ്രം ഉണ്ടെങ്കിൽ. ഇതാരാ ഈ സ്ത്രീ ഇങ്ങനെ വേഷം കെട്ടി എൻ്റെ അമ്മയെ ഇമിറ്റേറ്റ് ചെയ്യുകയാണെന്നൊക്കെ ചോദിക്കും. വയലൻസ് എന്ന് പറഞ്ഞാൽ പക്ക വയലൻസാണ്, നമ്മൾ പറയുന്ന പോലെയൊന്നുമല്ല, എന്നെ പിടിച്ച് കെട്ടേണ്ടി വരും. അപ്പോൾ അമ്മ വേറൊരു സ്ഥലത്ത് നിന്നിട്ട് എന്നെ ഫോണിൽ സംസാരിക്കുകയാണ്, മോനെ എവിടെയാ? അപ്പം ഞാൻ പറയും, അയ്യോ അമ്മ എവിടെയാ, ഞാൻ അമ്മയെ തിരഞ്ഞെടുക്കുകയാണല്ലോ. അപ്പം എന്താണെന്ന് വെച്ചാൽ ശബ്ദം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, പക്ഷെ വിഷൻ പറ്റില്ല. അതുകൊണ്ട് കാഴ്ച എന്താണ് എന്ന ചോദ്യം കേനോപനിഷത്ത് ചോദിച്ചിട്ടുണ്ട്, കേന പ്രേഷിതം. ഈ ചോദ്യം തന്നെ ലണ്ടനിൽ ക്യൂൻ സ്ക്വയർ ആശുപത്രിയിൽ ജോൺ ഹോപ്കിൻസിൽ ഒരു സെമിനാറിൽ കേരളത്തിലെ ഒരു ഡോക്ടർ ചോദിച്ചിട്ടുണ്ട്. കേനോപനിഷത്തിനെ ജോൺ ഹോപ്കിൻസിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അറിയാതെ പോകരുത് ഇതൊക്കെ. കാരണം മെട്രോമാൻ ഈ ശ്രീധരൻ സാറ് ഭൂമാനന്ദ സ്വാമിജിയുടെ ശിഷ്യനാണെന്നുള്ളതോ അല്ലെങ്കിൽ ബ്രഹ്മവിദ്യ ശിഷ്യനാണെന്നുള്ളത് പണ്ട് ഇതേ സത്രവേദിയിൽ നാരായണ കവച പ്രഭാഷണം നടത്തിയപ്പോൾ പറഞ്ഞ സമയത്ത് എന്നോട് ഒരുപാട് പേര് വന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ അറിയാതെ പോയല്ലോ. ഈ അറിവില്ലായ്മയാണ് നമുക്ക് അപകടം ഉണ്ടാക്കുന്നത്. കാരണം നമുക്ക് വേണ്ടത് സംസ്കാരങ്ങളുടെ അപരിമയമായിരിക്കുന്ന ഒരു 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 എക്സ്പ്രഷൻ തന്നെയാണ്. നമ്മളത് സൂക്ഷിക്കേണ്ടതുണ്ട്. ഭാരതീയർ വളരെ ജാഗ്രത ആവേണ്ടതുണ്ട് നമ്മുടെ സംസ്കാര സംരക്ഷണത്തിന്. ഇപ്പോഴും നമ്മൾ ജാഗ്രത ആണെന്ന് നമുക്ക് സംശയമുണ്ട്. കാരണം ക്രിസ്തുമസ് വെക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ പറയുന്നൊന്നും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇഷ്ടപ്പെടുന്നത് മാത്രം പറയുമെന്ന് ഞാൻ ആർക്കും വാക്കും കൊടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ വരേണ്ടത് സ്വാമിജിയുടെ കൺസെപ്റ്റ് അനുസരിച്ച് യങ്സ്റ്റേഴ്സാണ്. ഈ യങ്സ്റ്റേഴ്സ് ഇപ്പോഴും എവിടെ എന്നാണ് എല്ലാ വർഷവും ഇതേ സത്രവേദിയിൽ വന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ചെറുപ്പക്കാരനാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് ചോദിക്കേണ്ട ബാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ എന്നൊക്കെ പറയണത് വ്യഷ്ടി സമഷ്ടിയിലൊക്കെ കണക്കാക്കി എടുത്താൽ മതി. അപ്പം അതുകൊണ്ട് പറയുകയാണ്, നമ്മൾ ഇത് കേൾപ്പിക്കേണ്ടത് ആരെയാണ്? ഇത്രയേറെ തത്വപ്രവചനങ്ങൾ ഇവിടെ നടക്കുമ്പോഴും നമ്മുടെ ഒരു തലമുറ എവിടെയാണുള്ളത്? ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, പക്ഷെ അവരെ പ്രചോദിപ്പിക്കാൻ നമ്മൾ ഇപ്പോഴും പരിശ്രമിക്കുന്നില്ല. ഇത് കഴിഞ്ഞാൽ ഇതിനെ ഫോളോ ചെയ്യാൻ മാർഗങ്ങളില്ലാത്തത് കൊണ്ടാണോ? ആണെങ്കിൽ നമ്മൾ സ്വാമിജിയോട് പറയണം, ഇത് സത്രം കഴിഞ്ഞ് ഞങ്ങളുടെ ചെറുപ്പക്കാർക്ക് ഇത് ഫോളോ ചെയ്യാൻ ഒരു മാർഗം സ്വാമിജിയോട് നമ്മൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ആലോചിക്കേണ്ടതാണ്. ഗൃഹസ്ഥരായ നിങ്ങൾ പറയൂ, സ്വാമിജിയോട് പറയൂ, ഞങ്ങളുടെ ചെറുപ്പക്കാർക്ക് ഇത് ഫോളോ ചെയ്യാനായിട്ട് ഒരു സാഹചര്യം കൂടെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ സ്വാമിജി തീർച്ചയായിട്ടും ഉണ്ടാക്കുമെന്നാണ് ഈ ഉള്ളവൻ വിശ്വസിക്കുന്നത്. നമുക്കതാണ്, അതിലേക്കാണ് തിരിച്ചു വരേണ്ടത്. അപ്പോൾ ഭാരതീയ സംസ്കാരം എവിടെയെല്ലാമാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്നത് പോലും നമുക്കറിയില്ല. കേനപരിഷിതം എന്നുള്ള ചോദ്യം ഡോക്ടർ ഒളിവർ സാക്സിൻ്റെയും മക്ഡൊണാൾഡ് ക്രച്ചിലിയുടെയും ഒക്കെ മുമ്പിൽ ഡോക്ടർ രാജശേഖരൻ നായർ സാർ എന്ന് പറയുന്ന ശൂരനാട്ട് കുഞ്ഞൻപിള്ള അവരുടെ മകൻ മഹാഭാഗവതത്തെക്കുറിച്ച് പഠിച്ച് അദ്ദേഹം ഋഷഭചരിതത്തെക്കുറിച്ചൊക്കെ രോഗങ്ങളും സർഗാത്മകതയും എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് എത്ര ആധുനികന്മാർക്ക് അറിയാൻ സാധിക്കും? ചിന്തിക്കേണ്ടതാണ്. അപ്പം അതുകൊണ്ട് ആരാണ് കാണുന്നത് എന്ന ചോദ്യം കോഗ്നിറ്റീവ് ന്യൂറോളജിക്കാർ ചോദിക്കുന്നുണ്ട്. അതിപ്പോഴും ഉത്തരം അറിയില്ല. പക്ഷെ എത്രയോ കാലങ്ങൾക്ക് മുൻപ് ഹരിനാമ കീർത്തനം എന്ന് പറഞ്ഞൊന്നുണ്ടായിരുന്നു ഇല്ല? അതൊക്കെ പോയില്ലേ? ഇപ്പം എല്ലാം ഒരു നാരായണീയം അല്ലേ, മഹാഷോഡശാക്ഷരി മന്ത്രം. പക്ഷേ മലയാളത്തിൻ്റെ വേദമാണ്, മാമറയാണ് ശരിക്കും ഹരിനാമ കീർത്തനം. അതിൽ മനോഹരമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? അർക്കാനലാദി വെളിവില്ലാണ്ടായെന്ന് തോന്നുന്നു അല്ലേ? എത്ര മനോഹരമായിട്ടാണ് എഴുത്തച്ഛൻ പറഞ്ഞിരിക്കണത്. അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണ്, കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണ്, അതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരി നാരായണായ നമ. എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കണേ. അപ്പൊ കാണുന്നത് ആരാണ് എന്ന ചോദ്യമാണ് ഇവിടെ. അപ്പോൾ കേനപ്രേക്ഷിതം എന്ന് പറഞ്ഞാൽ ഈ ശരിക്കും കാഴ്ച എന്താണെന്നുള്ളതിന് ഉത്തരം പറയേണ്ടത് മോഡേൺ മെഡിസിൻ അനുസരിച്ച് ന്യൂറോ ഒഫ്താൽമോളജിക്കാരാണ്. പക്ഷേ അങ്ങോട്ട് എത്തിയിട്ടില്ല ഇതുവരെ.
അപ്പം എന്തുകൊണ്ട് കാപ്പില സിൻഡ്രം ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ഫെജിഫോം ജൈറസിന് അല്ലെങ്കിൽ ഗൈറസിന് ഉണ്ടാവുന്ന പ്രശ്നമാണെന്ന് പറഞ്ഞ് നിർത്തുമ്പോൾ അവിടെ ഭാരതീയ ചിന്താധാരകൾ തുടങ്ങുകയാണ്. കാണുന്നത് ആരാണ്? പുറമേയുള്ള കണ്ണുകൾ കൊണ്ട് കാണുന്ന സൂര്യചന്ദ്രന്മാരുടെ വെളിച്ചം കൊണ്ട് ഇവിടെ പ്രകാശകൃതമാവുന്ന പ്രപഞ്ചത്തിൽ പ്രകാശിക്കപ്പെടുന്ന ഓരോ വസ്തുവിനെയും പുറമേ കാണിച്ചു തരുന്ന എൻ്റെ എക്സ്റ്റേണൽ ഐസ്, അതാണ് അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണ്. കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണ് എന്നാണ്. ആ കണ്ണിനും കണ്ണ് മനമാകുന്ന കണ്ണാണ്. അതിനു കണ്ണായിരുന്ന പൊരുൾ, ആ മനസ്സിനും കണ്ണായിരുന്ന പൊരുൾ എൻ്റെ എന്ന് ഞാൻ എന്ന് സദാ അഭിരമിക്കുന്ന ജ്യോതിസാണ്, കോൺഷ്യസ്നെസ് ആണ്, ബോധമാണ് എന്ന് പറയുകയാണ്. ആ വിശ്വബോധത്തിൻ്റെയും എന്നിലുള്ള ബോധത്തിൻ്റെയും കൃത്യമായിരിക്കുന്ന അവലോകനമാണ് ആ ശ്ലോകങ്ങൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ കാണുന്നത് ആരാണ് എന്ന ചോദ്യമാണ് അവിടെ പറഞ്ഞത്. അപ്പം ഇവിടെ എന്താ വെച്ചാൽ കണ്ണുണ്ടെങ്കിൽ മാത്രം കാണാൻ പറ്റില്ല, അതുറപ്പാണ്. അപ്പോൾ കണ്ണുകൊണ്ട് ചിലതൊക്കെ കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ ചോദ്യം അതല്ല, കണ്ണുകൊണ്ട് എപ്പോഴെങ്കിലും നമ്മളുടെ കണ്ണിനെ കാണാൻ പറ്റുമോ? കുഴപ്പമായോ? കാണാൻ പറ്റുമോ? കണ്ണാടിയിലോ? കണ്ണാടിയിൽ കാണുന്നതിന് ബിംബം എന്നാ പറയുക, റിഫ്ലക്റ്റഡ് വൺ ആണ്. അതാണ് ഈ കണ്ണാടി നോക്കിയിട്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മൾക്ക് സന്തോഷവും നാട്ടുകാർക്ക് വിഷമവും. കാരണം ഇത് കള്ളത്തരമാണ്, ഒറിജിനൽ അല്ല കാണിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം കണ്ണിനെ കൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് കാണാൻ പറ്റില്ല? കണ്ണിനെ കാണാൻ പറ്റില്ല. എന്ന് വെച്ചാൽ കണ്ണില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇതാണ് ഈശ്വര സ്വരൂപത്തിൻ്റെ രഹസ്യം. ഒരു കുഞ്ഞി മീൻ അമ്മ മീനിനോട് വെള്ളത്തിൽ വെച്ച് ചോദിക്കുന്നുണ്ട്, അമ്മേ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോനെ വെള്ളം എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമൊന്നുമല്ല. നീ ഒരുപാട് വലുതാവുമ്പോൾ മറ്റ് മഹാസമുദ്രങ്ങളിലൊക്കെ പോയി വലിയ മീനുകളോട് സംസർഗം ചെയ്ത് വെള്ളത്തെക്കുറിച്ചൊക്കെ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുമ്പോൾ നിനക്ക് വെള്ളം എന്താണെന്ന് മനസ്സിലാവും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവരെവിടെ ഇരുന്ന് ഇത് പറയണേ? വെള്ളത്തിലിരുന്ന്. ഇതുപോലെയാണ് നമ്മളും ഈശ്വരനിലിരുന്ന് ഈശ്വരാംശമായ നാം അന്വേഷിക്കുമ്പോൾ എങ്ങനെയാണ് ഈശ്വരനെ കാണുന്നത്? കാരണം കാണപ്പെടുന്നതും കാണാൻ ശ്രമിക്കുന്നതും കാണുന്നില്ല എന്ന് ധരിക്കുന്നതും കണ്ടതും ഒക്കെ ഈശ്വര സ്വരൂപം തന്നെയാണ്. ഇതാണ് അപരോക്ഷാനുഭൂതി. ഇത് ലയിച്ചാൽ പരശുരാമ കൽപ്പസൂത്രമൊക്കെ പറയുന്ന പോലെ സർവദർശന അനിന്ദയായി. പിന്നെ എന്തിനാ നിന്ദിക്കുക? പിന്നെ എവിടെയാണ് നമുക്ക് ദുഃഖം, എവിടെയാണ് സുഖം? അതാണ് ആലോചിച്ച് നോക്കണം. ഭാഗവതത്തിൻ്റെ സംസ്കൃതി തന്നെ അതാണ്. ഇപ്പോൾ ഭാഗവതത്തിൻ്റെ സ്വരൂപം തന്നെ അതാണ്. ഭാഗവതം തുടങ്ങുമ്പോഴേ പറഞ്ഞു എന്താണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. വദന്തി തത്വ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ എന്നാദ്യം പറഞ്ഞു വെച്ചു. മഹാത്മാക്കൾ ചോദിച്ച ഈ ചോദ്യം അത് തന്നെയാണ്. ചിലർ അതിനെ ബ്രഹ്മം എന്ന് പറയണു, ചിലർ പരമാത്മാവെന്ന് പറയണു. എന്താണ് പറയുന്നതും പറയാത്തതും, എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നതും ചിന്തിക്കാത്തതും? അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു വേർതിരിവില്ല. കാരണം ഇവിടെ കാണുന്നതെല്ലാം ഈശ്വര സ്വരൂപം തന്നെയാണെന്ന അഖണ്ഡമായിരിക്കുന്ന സച്ചിദാനന്ദ ബോധം നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ പിന്നെ ആ ചർച്ചകളെല്ലാം അവിടെ അവസാനിച്ചു. അതാണ് ബ്രഹ്മവിത്ത് വരിയൻ, ബ്രഹ്മവിത്ത് വരിഷ്ഠൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത്. നമുക്ക് പൊതുവെ മനസ്സിലാവാത്തത് ആ അനുഭവം നമ്മളിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അനുഭവം ഉണ്ടെങ്കിലാണ് നമുക്കൊന്ന് കേട്ടാൽ ഭാവന വരിക. ഇപ്പോൾ ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് നമുക്കിപ്പോൾ സച്ചിദാനന്ദം എന്ന് പറഞ്ഞിട്ട് ആരുടെ മുഖത്ത് പ്രകാശം വരാത്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനെന്താ ഉത്തരം എന്നറിയോ? ഇപ്പോൾ ഗൂഗിളാണല്ലോ എല്ലാവരുടെയും ദൈവം. അപ്പോൾ എന്തുണ്ടെങ്കിലും ഗൂഗിളിൽ നോക്കുക. അപ്പോൾ ദ എലിഫൻറ്റ് എന്നൊരു വാക്ക് ടൈപ്പ് ചെയ്ത് നോക്കുക ഗൂഗിളിൽ. അപ്പോൾ ഉള്ള ആനകൾ, ഇല്ലാത്ത ആനകൾ, ഇനി ചെരിഞ്ഞ ആനകൾ, അക്രമികാരികളായിരിക്കുന്ന ഇതൊക്കെ പറയും, കുറേ ഡാറ്റ തരും. ഇനി ഇന്ന് തന്നെ ഗൂഗിളിൽ പോയിട്ട് അഖണ്ഡ സച്ചിദാനന്ദ ബ്രഹ്മാവബോധം എന്ന് ടൈപ്പ് ചെയ്ത് നോക്കൂ. ഗൂഗിൾ പറയും സോറി, ഒന്നും മാച്ച് ചെയ്യുന്നില്ല എന്ന് പറയും. കാരണം അതിനറിയില്ല, ആ ഡാറ്റ ഇല്ല അതിനകത്ത്. ഇപ്പോൾ നമ്മൾക്കറിയാവുന്ന കാര്യങ്ങളാണ് നമുക്ക് പെട്ടെന്ന് ഉള്ളിൽ തോന്നുക, അത്ര തന്നെ. അപ്പം ഇവിടെ ഭാഗവതത്തിൻ്റെ രഹസ്യതാണ്. സർവവേദാന്ത സാരം ഹി ശ്രീ ഭാഗവതമിഷ്യത്തെ എന്നാണ് അവർ ആദ്യം പറഞ്ഞു വെച്ചത്. അതായത് വേദവ്യാസ ഭഗവാൻ പറഞ്ഞു വെച്ചു, വേദാന്ത സാരമാണ് ഭാഗവതം. അത് വെറുതെ നമുക്ക് പറഞ്ഞു പോകാനുള്ളതല്ല. അതുകൊണ്ട് തന്നെയാണ് സശ്രദ്ധം അതിനെ അനുധാവനം ചെയ്യണം
എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഭാഗവതത്തെ നമ്മൾ അന്വേഷിക്കേണ്ടത്? സ്വാമി മാധവതീർത്ഥയൊക്കെ പറയും ഭാഗവതത്തിന് 3 ഭാഷകളുണ്ടെന്നാണ് പറയുക. ഒന്നാമത്തതിൻ്റെ പേര് ലൗകിക ഭാഷ എന്നാണ്, രണ്ടാമത്തതിൻ്റെ പേര് പരമത ഭാഷ എന്നാണ്, മൂന്നാമത്തതിൻ്റെ പേര് സമാധി ഭാഷ എന്നാണ്. ലൗകിക ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണഗതിയിൽ കഥ പറയലാണ്. നമ്മളൊക്കെ കേൾക്കുന്ന സാധാരണഗതിയിലുള്ള കഥ പറയൽ ലൗകികമായിരിക്കുന്ന ഭാഷയാണ്. രണ്ടാമത്തെ ഭാഷയാണ് എന്ത്? പരമത ഭാഷ. മൂന്നാമത്തതാണ് സമാധി ഭാഷ. അപ്പം ആദ്യത്തത് ഉറങ്ങിപ്പോയോ? ലൗകിക ഭാഷ, രണ്ടാമത്തത് പരമത ഭാഷ, മൂന്നാമത്തത് സമാധി ഭാഷ. എന്താ പരമത ഭാഷ എന്ന് പറഞ്ഞാൽ? ഔപനിഷദികമായ ഭാഷയാണ്. ഇപ്പോൾ ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്തേന തെക്തേന ഭുഞ്ചീതാം ആകൃത സ്വസിധനം എന്ന് ഈശാവാസ്യം പറയുന്നുണ്ട്. അത് തന്നെ ഭാഗവതത്തിലേക്ക് വരുമ്പോൾ ആത്മാവസ്യ ഇതം സർവം എന്ന് പറയുകയാണ്. അപ്പോൾ ഔപനിഷദികമായ പക്ഷത്തിൽ പറയുന്നതാണ് ഉപനിഷത് ഭാഷ, പരമത ഭാഷ. ഇനി അടുത്തതാണ് എന്ത്? സമാധി ഭാഷ. സമാധി ഭാഷ എന്ന് പറഞ്ഞ ഭാഷ കൊണ്ടാണ് സമദൃക്കായിട്ട് നമ്മൾ കാര്യങ്ങളെ ദർശിക്കേണ്ടത്, കാണേണ്ടത്, അറിയേണ്ടത്, ചിന്തിക്കേണ്ടത്. അതാണ് ഇവിടുത്തെ ലക്ഷ്യം. അപ്പം ഈ 3 ഭാഷകളിലൂടെ വേണം നമ്മൾ ഭാഗവത സംസ്കൃതിയെ ഒന്ന് ചിന്ത ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ കഥയെ, ദക്ഷയാഗത്തെ നമ്മൾ കാണേണ്ടത്? ചതുർത്ഥ സ്കന്ധത്തിൽ തുടങ്ങുന്ന കാര്യങ്ങൾ തൊട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ആദ്യം ചതുർത്ഥത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? ദക്ഷചരിതവും പിന്നീട് ധ്രുവന്റെ ഭക്തിയും അത് കഴിഞ്ഞ് പൃഥുരാജാവിൻ്റെ ധാർമ്മിക ജീവിതവും പുരഞ്ജനോപാഖ്യാനവും പിന്നെ രുദ്രഗീതവും പ്രചേതസ്സുകളുടെ സത്സംഗവുമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യാൻ തുടങ്ങുന്നത്. ഇവിടെ എവിടെയാണ് നമ്മൾ ആരംഭിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഈ തൃതീയത്തിൽ കപിലവാസുദേവന്റെ ചരിതത്തിൽ നമ്മൾ കാണുന്നത് പ്രകൃതി പുരുഷന്മാരുടെ ബന്ധത്തെ സ്പഷ്ടമാക്കുകയാണ് ഭാഗവതം. പ്രകൃതി എന്താണ്, പുരുഷൻ എന്താണെന്ന് വളരെ വിശദമായൊരു ചർച്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്താ വേണ്ടത്? കഥ കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിത്യാനിത്യ വസ്തു വിവേകം വേണം ഭാഗവത ശ്രോതാക്കൾക്ക്. നമുക്ക് വേണ്ടി പറയണം. അപ്പൊ നിത്യം എന്താണ്, അനിത്യം എന്താണ് എന്ന് ഭാഗവതം ഇനി പറയാൻ വേണ്ടിയിട്ട് തുടങ്ങണം. അതായത് ശങ്കര ഭഗവത്പാദരുടെ അദ്വൈത മാർഗത്തിലുള്ള പ്രഥമ സാധന ഈ 4ാമത്തെ സ്കന്ധം തുടങ്ങിയിട്ട് ഇനി പറയാൻ പോവുകയാണ്. അതായത് നിത്യവസ്തുവിനെ അനാദരിച്ചതുകൊണ്ടുണ്ടാകുന്ന അപകടമാണ് ദക്ഷയാഗത്തിൻ്റെ ഇതിവൃത്തം. അല്ലാതെ ദക്ഷനൊരു യാഗം നടത്തി എന്നുള്ളതല്ല, നിത്യവസ്തുവായിരിക്കുന്ന ശങ്കരസ്വരൂപത്തെ ആദരിച്ചു. അപ്പോൾ ഈ കഥയിലെ കഥാനായകൻ ആരാണ്? ദക്ഷയാഗത്തിലെ കഥാനായകൻ സാക്ഷാൽ പരമേശ്വരനാണ്. ഭാഗവതത്തിന്റെ മുഖ്യ ശ്രോതാവ് ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വൈഷ്ണവാനാം യഥാശംഭു എന്ന് ഭാഗവതം നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ആരാണ് ഈ പരമേശ്വരൻ? ആ പരമേശ്വരനെ അനാദരിച്ചു ദക്ഷൻ. എന്നിട്ടോ ദക്ഷഗർവത്തെ അവിടെ ഹോമിക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ ദക്ഷയാഗം എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം? രസാനുഭവത്തിന്റെ പ്രത്യഭിജ്ഞയാണ്. രസാനുഭവം അതിൻ്റെ പ്രത്യഭിജ്ഞയാണ് യഥാർത്ഥത്തിൽ ദക്ഷയാഗം. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവിടെ ഒരു ചോദ്യം വരും. അപ്പോൾ ഈ കഥാനായകനായിരിക്കുന്ന സാക്ഷാൽ ശിവസ്വരൂപം എന്താണ് ഈ ശിവതത്വം? മാത്രമല്ല ശ്രീമദ് ഭാഗവതം വൈഷ്ണവധനമാണല്ലോ. അപ്പൊ പിന്നെ എന്തിനാ ഈ കഥ? ശിവപുരാണമോ ലിംഗപുരാണമോ മാർക്കണ്ഡേയ പുരാണമോ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്തിനാ ഈ ദക്ഷയാഗം കഥ ഇവിടെ ആഖ്യാനം ചെയ്യുന്നത് എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. എന്താണ് ശിവസ്വരൂപം? കാരണം നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഭാഗവതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിഷേധാത്മകതയുടെ നിഷേധമാണ് എന്നുള്ളതാണ്. ഇവിടെ യാതൊന്നും ഭാഗവതം അനാദരിക്കുന്നില്ല, യാതൊന്നിനെയും ഭാഗവതം വേണ്ടാന്ന് വെക്കണില്ല. പൂർവമീമാംസയാവട്ടെ, ഉത്തരമീമാംസയാവട്ടെ, വൈശേഷികമാവട്ടെ, ന്യായമാവട്ടെ, സാഖ്യമാവട്ടെ, യോഗമാവട്ടെ, ഷഡ്ദർശനങ്ങളുടെയും സമന്വയം ഭാഗവതം നമ്മുടെ മുൻപിലേക്ക് വെക്കുന്നുണ്ട്. അപ്പം ഇവിടെ എന്താണ് ഈ ശിവസ്വരൂപം? നമുക്കിപ്പോഴും ഹൈന്ദവ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നമ്മൾ വേണ്ട പോലെ അന്വേഷണം നടത്തുന്നുണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ്. ഇപ്പോഴും നമുക്ക് വിഗ്രഹാരാധനയുടെ രഹസ്യം എന്താണ്, അല്ലെങ്കിൽ ശങ്കര ഭഗവത്പാദരാൽ പറയപ്പെട്ടിരിക്കുന്ന കർമ്മകാണ്ഡങ്ങളെ ഉപാസിച്ച് എപ്രകാരത്തിലാണ് അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് മോക്ഷമാർഗം അന്വേഷിക്കേണ്ടത് എന്നതൊക്കെ പുസ്തക ധർമ്മങ്ങളല്ലാതെ
ജീവിതത്തിലേക്ക് നമ്മൾ എടുക്കാൻ ഇപ്പോഴും പരിശ്രമിക്കുന്നില്ല. അതിൻ്റെയാണ് നമ്മളിൽ മാറ്റം ഉണ്ടാവാത്തതിൻ്റെ കാരണമായി മഹാത്മാക്കൾ പറയുന്നതും. കാരണം ഇത് വെറുതെ കേട്ടാൽ പോരാ, മറിച്ച് ആ കേൾവി നമ്മളിൽ മാറ്റം ഉണ്ടാക്കാൻ ഉതകുന്നതായിരിക്കണം. ആരാണ് പരമേശ്വരൻ എന്ന് ചോദിക്കുകയാണ്. രുദ്രയാമളം എന്ന് പറഞ്ഞിട്ടൊരു തന്ത്രശാസ്ത്ര ഗ്രന്ഥത്തിൽ പരമേശ്വര ധ്യാനം പറഞ്ഞിട്ടുണ്ട്. വളരെ മനോഹരമായൊരു ധ്യാനമാണിത്. ആ ധ്യാനം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഈ പരമേശ്വര തത്വം എന്ന് ബോധ്യപ്പെടും. വളരെ ഗംഭീരമായൊരു ധ്യാനമാണിത്. അത് നമ്മൾ എല്ലാ ദിവസവും ജപിക്കണതൊക്കെ നല്ലതാണ്. മൂലേ കൽപ്പദ്രുമസ്യ ദ്രുതകനകനിഭം ചാരുപത്മാസനസ്ഥം വാമാങ്കാരൂഢാ ഗൗരി നിബിഡകുചഭരാഭോഗ ഗാഢോപഗൂഢം നാനാലങ്കാരയുക്തം മൃഗപരശുവരാഭീതിഹസ്തം ത്രിനേത്രം വന്ദേ ബാലേന്ദുമൗലിം ഗജവദനാഗുഹാശ്ലിഷ്ടപാർശ്വം മഹേശം. എന്താ അങ്ങനെ പറഞ്ഞാൽ എന്താണ് ഇവിടെ നിത്യവസ്തുവായ ശിവസ്വരൂപം എന്നറിഞ്ഞിട്ട് വേണം നമ്മൾ ഈ കഥയിലേക്ക് പ്രവേശിക്കാൻ. ഇല്ലെങ്കിൽ ഇത് വെറും ഒരു കഥയായി നമ്മൾ കഥയെ അനാദരിക്കുന്നത് പോലെയാവും. ശിവസ്വരൂപത്തെക്കുറിച്ച് പറയുകയാണ്. സാധാരണ ഈശ്വര സ്വരൂപങ്ങളെ പോലെ അല്ല ശിവസ്വരൂപം ഭാരതത്തിൽ മുൻപിലേക്ക് വെക്കപ്പെട്ടുള്ളത്. കാരണം ഹിമഗംഗാ തുംഗ തരംഗങ്ങളിൽ സ്വയം ധവളീകൃതനായി അതിശക്തമായിരിക്കുന്ന തൻ്റെ തുടി കൊട്ടിക്കൊണ്ട് പ്രപഞ്ചതാണ്ഡവമാടിക്കൊണ്ട് സ്വയം ഒരേ സമയത്ത് തന്നെ സദാശിവനായി, മൃത്യുഞ്ജയരുദ്രനായി, ശ്മശാനവാസിയായി, നഗ്നനായി, മഹാമേരുവിനെ പോലെ പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്ന സാക്ഷാൽ സദാശിവനായിരിക്കുന്ന പരമേശ്വര തത്വം എന്താണ് എന്ന് ചോദിച്ചാൽ ആദ്യം പറയുകയാണ് ശാസ്ത്രം, മൂലേ കൽപ്പദ്രുമസ്യ, കൽപ്പവൃക്ഷത്തിൻ്റെ മൂലത്തിലാണത്രേ പരമേശ്വരൻ്റെ ഇരിപ്പിടം. കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? തെങ്ങാണ്. ഓഹോ, അപ്പോൾ അവിടെയാണല്ലേ. അങ്ങനെയാണോ? അതാണ് ശാസ്ത്രത്തിൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് ഈ ഗ്രന്ഥങ്ങൾ വെറുതെ എടുത്ത് വായിക്കരുതെന്ന് പറയുക. ഈ പുസ്തകങ്ങൾ വെറുതെ വായിക്കരുത്. അതുകൊണ്ടാണ് ശാസ്ത്രഗ്രന്ഥങ്ങൾ ഗുരുനാഥൻ്റെ സഹായം ഇല്ലാണ്ട് വായിക്കരുത് എന്ന് പറഞ്ഞാൽ ആരും കേൾക്കില്ല. അപ്പോൾ ഇത് വായിച്ചിട്ട് നമ്മൾ എത്തുന്നത് എവിടെയാണ്? മൂലേ കൽപ്പദ്രുമസ്യ എന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ ചോട്ടിലൊന്നുമല്ല. പിന്നെ എന്താണ്? ഇവിടെയാണ് നേരത്തെ പറഞ്ഞ സമാധി ഭാഷ കൊണ്ട് നമ്മളിത് ചിന്തിക്കേണ്ടത്. അതായത് കൽപ്പവൃക്ഷം പോലെ നമ്മുടെ ശരീരത്തിൽ ഒരു പാർട്ടുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ശരീരത്തിൽ കൽപ്പവൃക്ഷം പോലൊരു ഒരു ഒരു കൽപ്പവൃക്ഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? കൽപ്പവൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒറ്റത്തടിയാണ് അല്ലേ? മറ്റ് വൃക്ഷങ്ങളെ പോലെയല്ല. ഈ ഒറ്റത്തടി പോലെ നമ്മുടെ ശരീരത്തിലൊരു പാർട്ടുണ്ട്. ഏതാ അത്? ഇന്നത്തെ കാലത്ത് പലർക്കും ഇല്ലാത്ത സാധനം. അപ്പം പിടികിട്ടി, നട്ടെല്ലാണ്. അപ്പം ഈ നട്ടെല്ലാണ് ശരിക്കും ഈ തെങ്ങിൻ്റെ തായ്തടി. ഇനിയോ ആ തെങ്ങിൻ്റെ മുകൾ ഭാഗം നോക്കൂ, അതൊരു ഹാഫ് സർക്കിൾ പോലെ ഇരിക്കും. അതെന്താണ് ശരിക്കും പറഞ്ഞാൽ? നമ്മുടെ മസ്തിഷ്കമാണ്. നല്ല ഭാവന വേണം. നല്ല ഭാവന ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് മനസ്സിലാവുക. പിന്നെ ചില ആളുകൾ ഇത് കേട്ടാൽ സുഷുപ്തിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇത് മാത്രമല്ല, ഭാഗവത യജ്ഞങ്ങൾക്കൊരു പ്രത്യേകത ഉള്ള എന്താ വെച്ചാൽ അപാരമായൊരു ശാന്തത നമ്മളിലേക്ക് വരും. ഈ ഉറങ്ങുന്നത് നല്ലതാണ്. ഉറങ്ങുന്ന ആളുകളെ വിളിക്കാൻ പാടില്ല. കാരണം എന്താ അറിയോ? ആരെങ്കിലും, ഞാനൊരു രഹസ്യം പറയാം, ആരും കേൾക്കണ്ട. അതായത് ഈ നാട്ടിൽ എവിടെയെങ്കിലും ഉറക്കമില്ലാത്ത ആളുകളെ ഉണ്ടെങ്കിൽ ഒന്ന് ഇവിടെ വരെ കൊണ്ടുവരണം. ഞാൻ തമാശ പറഞ്ഞല്ല, ഒട്ടും തമാശ പറഞ്ഞല്ല. ഉറക്കമില്ലാതായി കഴിഞ്ഞാൽ ആളുകൾ മരിച്ചു പോകും. ഈ യജ്ഞശാലയിലെ ശാന്തത ചെറുതല്ല. എനിക്കൊരു വലിയ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു പണ്ട്. ഈ യജ്ഞശാലയിലൊക്കെ ഇരുന്ന ആളുകൾ ഉറങ്ങുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇത് അശ്രദ്ധ കൊണ്ട് ഒരിക്കലുമല്ല. ധ്യാനം ചെയ്ത് കഴിഞ്ഞാൽ കുറേ നേരം കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ അനുഭവം സുഷുപ്തി തന്നെയാണ്. അതിന് സംശയമില്ല. ചോറുണ്ടിട്ട് ഉറങ്ങിപ്പോണെന്നല്ല പറഞ്ഞു കേട്ടോ, അതല്ല. ധ്യാനത്തിൻ്റെ ഒരു പടി സുഷുപ്തി തന്നെയാണ്. അതാണ് ഈ യോഗികൾ ഒരു യോഗദണ്ഡെന്ന് പറഞ്ഞൊരു സാധനം കണ്ടിട്ടില്ലേ? കൈ ഇങ്ങനെ വെക്കുന്ന, അത് ധ്യാനിക്കുന്ന സമയത്ത് വെക്കാനുള്ളതാണ്. കാരണം ധ്യാനത്തിൻ്റെ തീവ്രതലങ്ങളിൽ സുഷുപ്തി വന്നിട്ട് ചിലപ്പോൾ താഴെ വീഴാൻ സാധ്യതയുണ്ട്, തല ചെന്നിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉറക്കം മോശമല്ല, സുഷുപ്തി മോശമല്ല. സുഷുപ്തിയേക്കാൾ ധന്യത വേറൊന്നുമില്ല. അപ്പോൾ തിരിച്ചു വരാൻ പറഞ്ഞതിലേക്ക്, മാത്രമല്ല ധ്യാനിക്കുന്ന ഒരു വസ്തുവിൻ്റെ മുമ്പിൽ ഇരുന്നാലും ധ്യാനം അറിയാതെ വരും എന്നാണ്. ശാന്തനായ ഒരാളെ കാണുമ്പോൾ നമ്മൾ അറിയാതെ ശാന്തത വരും എന്നാണ്. സംശയമില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, എൻ്റെ പ്രഭാഷണം കേൾക്കുമ്പോൾ ഒരുപാട് പേര് ഉറങ്ങാറുണ്ട്. ഞാൻ വിചാരിച്ചു എന്തൊരു ശാന്തതയാണ് എൻ്റെ ഉള്ളിലുണ്ടാവുക ഭഗവാനെ എന്ന് വിചാരിക്കാറുണ്ട്.
അത് വെറുതെ ഒരു തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും ഈ ഹിമാലയൻ മാസ്റ്റേഴ്സിൽ സ്വാമി രാമ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ധ്യാനം പരിശീലിക്കുന്ന സമയത്ത് ഗംഗാതീരത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഒരു മൂർഖൻ പാമ്പ് വന്നിട്ട് ഇങ്ങനെ പത്തി വിടർത്തി നിൽക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പം അതെന്താ സംഗതി ചോദിച്ചാൽ, ധ്യാനത്തിലിരിക്കുന്ന ഒന്നിൻ്റെ മുമ്പിലിരിക്കുന്ന മറ്റൊന്നും ധ്യാനനിരതമാവും എന്നുള്ളതാണ്. ആ ബോധത്തിലേക്ക് നമ്മൾ വന്നാൽ നമുക്ക് പിന്നെ ഒന്നിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. ശ്രദ്ധിക്കൂ, ഇവിടെ എന്താ പറഞ്ഞു വന്നെന്ന് ചോദിച്ചാൽ, ശക്തമായിരിക്കുന്ന ഒരു സമാധി ഭാഷ കാണുകയാണ് നമ്മളിവിടെ. അതായത് ശിവപെരുമാൾ ഇരിക്കുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ സംശയം വേണ്ട, നമ്മുടെ മൂലേ കൽപ്പദ്രുമസ്യ, ഈ കൽപ്പവൃക്ഷത്തിനൊരു പ്രത്യേകത ഉണ്ട്, ഊർധ്വമൂലം അധശാഖ എന്നാണ്. അതായത് താഴെയാണ് ഇതിൻ്റെ ശാഖകൾ, മുകളിലാണ് വേര്. അപ്പൊ ശിവപെരുമാളിൻ്റെ ഇരിപ്പിടം എന്ന് പറഞ്ഞാൽ നല്ല ഭാവനയോടുകൂടി ആലോചിച്ച് നോക്കിക്കോളൂ, നമ്മുടെ മസ്തിഷ്കമാണ് ഈ പറയുന്ന തെങ്ങിൻ്റെ മുകൾ ഭാഗമെങ്കിൽ, നമ്മുടെ തായ്തടിയാണ് ഈ നട്ടല്ലെങ്കിൽ, എവിടെയാണ് ശിവപെരുമാൾ ഇരിക്കുന്നത്? താഴെയാണോ മുകളിലാണോ? മുകളിലാണ്. അപ്പോൾ ശിവപെരുമാളിൻ്റെ ആസ്ഥാന മന്ദിരം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഈ മസ്തിഷ്കത്തിലാണ്. മസ്തിഷ്കത്തിനകത്ത് ഉണ്ടാവേണ്ടത് എന്താണ്? അറിവാണ്, ശുദ്ധമായ നോളജാണ്, അറിവാണ് ശിവത്വം. അപ്പൊ ശിവസ്വരൂപം എന്ന് പറഞ്ഞാൽ അറിവാണ്. അപ്പൊ ആദ്യത്തെ വരിയാണ് എന്താ? ഈ ധ്യാനം വേണമെങ്കിൽ എഴുതിയെടുത്തോളൂ, മൂലേ കൽപ്പദ്രുമസ്യ, മൂലേ കൽപ്പദ്രുമസ്യ. അടുത്ത വരിയാണ് ദ്രുതകനകനിഭം. എന്താ ദ്രുതകനകനിഭം എന്ന് പറഞ്ഞാൽ? ഉരുകി ഒലിക്കുന്ന സ്വർണം പോലെയാണ് ശിവപെരുമാളിൻ്റെ നിറം എന്നാണ്. അത് അറിവിൻ്റെ നിറമാണ്, ബാഹ്യമായ നിറമല്ല. ബാഹ്യമായ നിറങ്ങൾക്കൊന്നും സ്ഥാനമില്ല. മഹായോഗികളെയൊക്കെ അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത്, യോഗികൾ ശരീരത്തെ ശ്രദ്ധിക്കാറില്ല, ശരീരം അങ്ങനെ പോവുക ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചട്ടമ്പി സ്വാമികളുടെയും ഗുരുദേവ തൃപ്പാദങ്ങളുടെയും രമണ മഹർഷിയുടെയും ഒക്കെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അവർ ശരീരത്തെ ശ്രദ്ധിച്ചിരുന്നില്ല. നിത്യാനന്ദ സ്വാമിയൊക്കെ കണ്ടാൽ കറുത്ത കരിക്കട്ട പോലെ ഇരിക്കണേ. കാരണം എന്താണ്? ശരീരമില്ല, ആ തലം അവർക്കില്ല, യാതൊന്നും അവർ ശരീരം എന്ന് പറയുന്നതിനെ ശ്രദ്ധിക്കാറ് പോലും ഇല്ല. കാരണം അത് അതിൻ്റെതായ വഴിയിൽ സഞ്ചരിക്കേണ്ടതാണ്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയാമോ? നമ്മളിപ്പോഴും ഭാരതീയ സംസ്കൃതിയുടെ യഥാർത്ഥമായിരിക്കുന്ന തലങ്ങളെക്കുറിച്ച്, സന്യാസ തലങ്ങളെക്കുറിച്ച് ഇപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതുകൊണ്ടാണ്. കാരണം നമ്മളിപ്പോഴും ശങ്കര ഭഗവത്പാദരുടെ ഭജഗോവിന്ദത്തിൽ ഉദരനിമിത്തം ബഹുകൃത വേഷം എന്ന് പറഞ്ഞിട്ട് ഭാരതീയ സന്യാസം എന്ന് പറയുന്നത് ഭിക്ഷാപാത്രം എടുത്തുകൊണ്ട് പോണത് എന്താണ് എന്ന് ചിന്തിക്കാത്തവരാണ്. ഇത് മറ്റൊരാളിൻ്റെ അന്നം തനിക്ക് ഭുജിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടല്ല സന്യാസത്തിന്. ഉദരോപാസന നിമിത്തം ബഹുകൃത വേഷം എന്നാണ്. അതായത് ഉദരോപാസനയുടെ ലോകങ്ങളുണ്ട്. ആധാരചക്രങ്ങളിലൂടെയുള്ള പ്രാണന്റെ ചംക്രമണ തലങ്ങളിൽ അതിൻ്റെ സഞ്ചാരപഥങ്ങൾ വരുമ്പോൾ ആ ഉദരോപാസനയുടെ ലോകങ്ങളിൽ അനുഷ്ഠിക്കേണ്ട ഒന്നാണ്. ആ സമയത്താണ് തല മുണ്ടനം ചെയ്യുക. ചിലത് ജഡ നീട്ടി വളർത്തുക, ടെമ്പറേച്ചർ ഉണ്ട്. അതായത് ചിലതരം സാധനങ്ങൾ ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ ബാരിയർ മാറും, ചിലത് ടെമ്പറേച്ചറിനെ താഴേക്ക് കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ടാണ് ബഹുകൃത വേഷങ്ങൾ അവർ ധരിച്ചത്, ഉദരോപാസന നിമിത്തമാണ്. അല്ലാതെ ഉദരം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ആണ് സന്യാസി വേഷം കെട്ടിയതെന്നൊക്കെ വ്യാഖ്യാനിക്കുന്നവരാണ് നമ്മൾ. ശങ്കര ഹൃദന്തം എന്താണെന്ന് അറിയാതെയാണ് നമ്മൾ ഈ കാണിക്കുന്നതൊക്കെ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവിടെ മഹാത്മാക്കൾ പറഞ്ഞ ഭാഷ വേറെയാണ്, ഭാഗവതത്തിൻ്റെ ഭാഷയും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് വേദവ്യാസ മഹർഷിയുടെ ശുകം തന്നെയാണ് എഴുത്തച്ഛൻ്റെ കിളിയായിട്ട് മലയാളത്തിൽ അവതരിപ്പിക്കപ്പെട്ടത്. ഈ എഴുത്തച്ഛനെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ഭാഗവതം മലയാളീകരിക്കപ്പെട്ടപ്പോൾ അതിനെ കൊടുത്തത് കിളിപ്പാട്ട് എന്നാണ്. ഏത് കിളിയാണ്? എഴുത്തച്ഛൻ്റെ സമാധി മണ്ഡപത്തിൽ ചെന്നാൽ ഇപ്പോഴും കാണാം. ചിറ്റൂര് രാമാനന്ദഗ്രഹാരത്തിൽ ശ്രീവിദ്യോപാസകനായിരുന്ന എഴുത്തച്ഛൻ്റെ ആത്മപാത്രവും ഗുരുപാത്രവും ഒക്കെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. രാജമാതങ്കി ദേവിയുടെ സാക്ഷാൽ സതി എന്ന് നമ്മൾ പഠിക്കുന്ന സാക്ഷാൽ പർവ്വതരാജകുമാരിയായിരിക്കുന്ന അല്ലെങ്കിൽ സതീദേവിയുടെ പരാശക്തിയുടെ ഒരു സ്വരൂപമാണ് രാജമാതങ്കി ദേവി. ആ മാതങ്കി ദേവിയുടെ കയ്യിലൊരു തത്തയുണ്ട്. ആ തത്തയാണ് എഴുത്തച്ഛൻ്റെ കിളി, ആത്മാരാമ സ്വരൂപമായിരിക്കുന്ന കിളി. വ്യാസന്റെ ശുകം തന്നെയാണ് എഴുത്തച്ഛൻ്റെ കിളി. പക്ഷെ എന്താണ് കുഴപ്പം? അവരാരും പറഞ്ഞത് നമുക്ക് ബോധ്യപ്പെട്ടില്ല, ആ ഭാഷ നമുക്ക് വഴങ്ങിയില്ല. കാരണം പ്രചോദിതമായ ബുദ്ധി കൊണ്ട് പറഞ്ഞത്, ആക്ടിവേറ്റഡ് ആയ കോൺഷ്യസ്നെസ് കൊണ്ട് പറഞ്ഞത് പ്രചോദിതമല്ലാത്ത ബുദ്ധി കൊണ്ടാണ് നാം ആലോചിക്കുന്നത്. അതാണ് പ്രശ്നം. അങ്ങനെ ആലോചിച്ച് പോയവരൊക്കെ ഉണ്ടായിരുന്നു. പണ്ടൊരാൾ ഇതുപോലെ ഉപാസനയ്ക്ക് പോയി. ശക്തനായിരുന്ന തൻ്റെ അക്ഷരബ്രഹ്മ ഭാവങ്ങളെ ഉപാസിക്കാൻ വേണ്ടി വിന്ധ്യൻ്റെ താഴ്വാരങ്ങളിലേക്ക് നടന്നു പോയ അയാൾ ആ ഉപാസനയുടെ തീവ്രതലങ്ങളിലൂടെ സഞ്ചരിച്ച് അംബികയെ ഉപാസിച്ച്
വാഗീശ്വരി ഉപാസിച്ചുകൊണ്ട് ഹിമവൽ പ്രാന്തത്തിലൂടെ പോയി ഹിമാലയ പ്രാന്തത്തിലൂടെ കടന്നു ചെന്ന് തൻ്റെ ആധാരചക്രങ്ങളിൽ താൻ കാണുന്ന എല്ലാ സ്വരൂപത്തെയും തന്നിൽ നിന്ന് അന്യമല്ലാതെ പർവ്വതീകരിക്കപ്പെട്ട തലങ്ങളിൽ ആ ഹിമവാന്റെ താഴ്വാരം തൊട്ട് അതിൻ്റെ ഉത്തുംഗ ശൃംഗങ്ങൾ വരെ വ്യാപാരം ചെയ്ത് കിടക്കുന്ന ത്രികോണ വൃത്ത ഭൂപുരത്രയാദികൾ തൻ്റെ ഉള്ളിലുള്ള അന്തർവിക്ഷേപങ്ങളും ബാഹ്യവിക്ഷേപങ്ങളും ഒന്നാണെന്ന ബോധായനങ്ങളിലൂടെ സഞ്ചരിച്ച് തൻ്റെ ഉള്ളിലൂടെ ഒഴുകിയിറങ്ങുന്ന പ്രാണന്റെ ഓരോ സ്പന്ദവും അക്ഷസ്ഫടിക സംഘാശതുല്യമായിരിക്കുന്ന രേവാനദിയുടെ മനോഹരമായിരിക്കുന്ന ഹിമവാന്റെ കാൽപാദങ്ങളിലുള്ള ചിതറൽ എന്ന പോലെ അഗ്നിസമാനമായിരിക്കുന്ന അറിവ് ഉറകൂടി അക്ഷരങ്ങൾ അഗ്നിയെ പോലെ പ്രകാശിതമായി ആ മഹാനുഭാവൻ എഴുതിയതത്രയും കാലസ്വരൂപിണിയായിരിക്കുന്ന കാളയുടെ നാവിൽ നാരായം കൊണ്ടുള്ള അനുഗ്രഹം കൊണ്ടാണെന്ന സ്വച്ഛന്തമായിരിക്കുന്ന പ്രഭവസ്ഥാനങ്ങളെ അന്വേഷിച്ചു പോയ അയാള് അവസാനം എഴുതിയതെല്ലാം ദീപശിഖ കൊണ്ട് വായിക്കേണ്ടി വന്നപ്പോൾ ആ മഹാമനുഷ്യനെ വിളിച്ചതാണ് ദീപശിഖ കാളിദാസൻ എന്ന്. നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? ഏതോ ആള് ആടുമേയ്ക്കാൻ പോയ കഥയുമായിട്ടാണ് നമ്മൾ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ പറഞ്ഞതും കേട്ടതും ഒന്നും നമുക്ക് ബോധ്യപ്പെടാതെ പോയത്, നമ്മൾ അറിയാതെ പോയത്. ഇവിടെ അത് പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവിടെ ശിവപെരുമാളിൻ്റെ പ്രഭവസ്ഥാനം എന്ന് പറയുന്നത് വെറും ഒരു മൂലേ കൽപദ്രുമസ്യ ദ്രുതകനകനിഭം എന്ന് പറയാനുള്ളതല്ല. അതാണ് ഭാഗവതത്തിൻ്റെ ഭാഷ. സത്യം പരം ധീമഹിയിൽ തുടങ്ങിയിട്ട് സത്യം പരം ധീമഹിയിൽ അവസാനിക്കുമ്പോൾ ഇതിലേത് സംസ്കൃതിയാണ് ഉൾപ്പെടുത്താതെ പോയത് ഭഗവാൻ വേദവ്യാസന്? ശൈവ സംസ്കാരത്തിൻ്റെ മുഴുവൻ പൊട്ടൻഷ്യലും ഈ ദക്ഷയാഗത്തിനകത്തുണ്ട്. കശ്മീരി ശൈവിസമാവട്ടെ, അഭിനവഗുപ്തൻ്റെ, കല്ലടൻ്റെ, ക്ഷേമരാജൻ്റെ, വസുഗുപ്തൻ്റെ എല്ലാ സൂത്രങ്ങളും ഭാഗവതം ഇതിനകത്ത്. ഇപ്പോൾ നീലഗ്രീവ, ശിതികണ്ഠ എന്ന് തുടങ്ങുന്ന രുദ്രത്തിലെ പ്രയോഗങ്ങളെല്ലാം ഈ ഭാഗവത സംസ്കാരത്തിൽ ഈ അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതങ്ങനെ വെറും വായനയ്ക്കുള്ളതല്ല. ഈ വെറും വായന തുടങ്ങിയപ്പോഴാണ് നമ്മൾ അപകടപ്പെട്ടു പോയത്, നമ്മൾ അന്ധകാരത്തിലേക്ക് പോയത്. കാരണം ഗോപീ വസ്ത്രഹരണം എന്ന് പറയുന്നത് ഭഗവാൻ സ്ത്രീകളെ അപമാനിച്ചതാണോ? ഗോ എന്ന വാക്കിന് അർത്ഥം തന്നെ പ്രാണൻ എന്നാണ്. ഒരു ഗുരുനാഥൻ തൻ്റെ ശിഷ്യനെ ദീക്ഷിക്കുന്ന സമയത്ത് ഇപ്പൊ കണ്ടു 2019 ഫെബ്രുവരി 19 മാഘപൗർണമി ആയിരുന്നു. മാഘപൗർണമി ദിവസം കുംഭമേള, അർദ്ധകുംഭമേള പ്രയാഗ്രാജിൽ നടന്നപ്പോൾ ഈ ഉള്ളവനും അവിടെ പോയി വെറുതെ നോക്കി നിന്ന ആളുകളുടെ കൂട്ടത്തിലുള്ളതാണ്. ആ സമയത്ത് അവിടെ കാണാം എത്ര കോടിക്കണക്കിന് ആളുകളാണ് അവിടെ അക്കോമഡേറ്റ് ചെയ്യപ്പെട്ടത്. ഈ സംസ്കാരത്തെയാണോ നമ്മൾ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ വേരുകൾ അത്യഗാധതയിൽ ഊന്നിക്കിടക്കുന്നത് തന്നെയാണ്. അന്ന് നമുക്ക് കാണാം, അതായത് കഴുത്തറ്റം വെള്ളത്തിൽ ശിഷ്യനെ ഇറക്കി നിർത്തിക്കൊണ്ട് അന്നുവരെയുള്ള ബ്രാഹ്മണ്യത്തിൻ്റെയും കർമ്മകാണ്ഡങ്ങളുടെയും പ്രതീകമായിരിക്കുന്ന പൂണുനൂല് പൊട്ടിച്ച് കളഞ്ഞുകൊണ്ട് അവൻ്റെ ആവരണത്തെ അഴിച്ചുലച്ച് അവന് പുതിയ ദീക്ഷ കൊടുക്കുന്ന പൂർണ്ണദീക്ഷയുടെ ചടങ്ങാണ് ഗോപീ വസ്ത്രഹരണം. അല്ലാതെ ഗോപികമാരുടെ പിന്നാലെ കൃഷ്ണൻ പോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ അത് അർത്ഥശൂന്യതയാണ്. അപ്പോൾ ഇവിടെ ഭാഗവത സംസ്കൃതിയിലും തന്ത്രശാസ്ത്രത്തിൻ്റെ സംസ്കൃതിയിലുമൊക്കെ നമ്മൾ കാണുന്ന ഭാഷകൾ സാധാരണഗതിയിലുള്ള ഭാഷയല്ല. അതിനാണ് തത്വസമീക്ഷാ സത്രം എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. തത്വത്തെ സമമായിട്ട് ഈക്ഷിക്കുക തന്നെ വേണം, അതാണ് ആവശ്യമുള്ളത്. അപ്പം ഇവിടെ എന്താണ് ശിവപെരുമാളിൻ്റെ നിറം ചോദിച്ചാൽ ആന്തരികമായി അറിവുള്ളവൻ്റെ നിറം അതാണ്. അതാണ് ലളിതാ സഹസ്രനാമത്തിൽ പറയുക, ഉദ്യത് ഭാനു സഹസ്രാഭ, 1000 ആദിത്യന്മാർ ഉയർന്നതുപോലെ. ആ ഉദ്യത് ഭാനു സഹസ്രാഭ എന്ന് പറയുന്നത് പോലെ ദ്രുതകനകനിഭം ശിവപെരുമാളിൻ്റെ നിറം പറയുകയാണ്. ശക്തമായിരിക്കുന്ന ആ അറിവിൻ്റെ കേദാരത്തിലെത്തുമ്പോൾ ഉണ്ടാവുന്ന ഉണർവാണ് അവിടെ പ്രതീകാത്മകമായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പം മൂലേ കൽപദ്രുമസ്യ ദ്രുതകനകനിഭം ചാരുപത്മാസനസ്ഥം. ശിവപെരുമാളിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ചാരുപത്മാസനസ്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? അവനവൻ്റെ മസ്തിഷ്കം തന്നെയാണ്. 1000 എന്നല്ല, മില്യൺ ട്രില്യൺ കാൽക്കുലേഷൻ നടത്തിയാലും അവശേഷിക്കുന്നില്ല ഇതിൻ്റെ കണക്കുകൾ പുറത്തു പറയാൻ. അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ്. അടരുകൾ അനന്തമായ താമര മസ്തിഷ്കം തന്നെയാണ്. അതാണ് ദ്രുതകനകനിഭം ചാരുപത്മാസനസ്ഥം. വാമാങ്കാരൂഢാ ഗൗരി നിബിഡ കുചഭരാഭോഗാഢോപഗൂഢം. വാമാങ്കത്തിലിരിക്കുന്ന പാർവതീ മാതാവിനെ ചേർത്ത് പുൽകിക്കൊണ്ട് പാർവതീ മാതാവിൻ്റെ സ്തനതടങ്ങളെ ഗാഠമായും ഗൂഢമായും ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുന്ന പരമേശ്വരൻ. എന്താണ് ഇവിടുത്തെ തലം? പാർവതീദേവിയുടെ സ്തനതടങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അത് രവീന്ദുസ്തനയുഗം എന്നാണ്. സൂര്യചന്ദ്രന്മാരാണ്. ഇവിടെ ഒരു സാധകന്റെ സാധനാവേളയിൽ അയാളിൽ ഉണ്ടാകുന്ന ദീപ്തമായിരിക്കുന്ന സ്പന്ദങ്ങളാണ് ഈ തലോടൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രപഞ്ചത്തെ തലോടുന്ന സാധകന്റെ
സ്വരൂപം. അതാണ് വാമാങ്കാരൂഢാ ഗൗരി നിബിഡ കുചഭരാഭോഗ ഗാഢോപഗൂഢം നാനാലങ്കാരയുക്തം. ദിവ്യമായിരിക്കുന്ന അലങ്കാരങ്ങൾ കൊണ്ട് നമ്മളുടെ കണ്ണിന് ശിവസ്വരൂപത്തെ കാഴ്ചവെക്കുകയാണ് പരമപ്രഭു ദയാവായ്പോട് കൂടിയിട്ട്. അതാണ് വാമാങ്കാരൂഢാ ഗൗരി നിബിഡ കുചപരാഭോഗ ഗാഢോപഗൂഢം നാനാലങ്കാരയുക്തം മൃഗപരശുവരാഭീതിഹസ്തം ത്രിനേത്രം. മാനും മഴുവും കയ്യിലേന്തി അജ്ഞാനത്തിനെ വെട്ടിത്തെളിക്കാനുള്ള മഴുവും മനസ്സിൻ്റെ ചാപല്യങ്ങളെ അടക്കിയിരിക്കുന്ന മാനും കയ്യിലേന്തിയവനാണ് അറിവുള്ളവൻ, ആ അറിവിൻ്റെ പാരംഗത സ്വരൂപം. അപ്പം അതാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത്. ഇപ്പം വാമാങ്കാരൂഢാ ഗൗരി നിബിഡ കുചപരാഭോഗ ഗാഢോപഗൂഢം നാനാലങ്കാരയുക്തം മൃഗപരശുവരാഭീതിഹസ്തം ത്രിനേത്രം വന്ദേ ബാലേന്ദുമൗലിം ഗജവദനാഗുഹ ആശ്ലിഷ്ടപാർശ്വം മഹേശം. ആ ശിവതത്വത്തിൻ്റെ ശിവസ്വരൂപത്തിൻ്റെ ധർമ്മം എന്താണ്? ഇവിടെ അറിവാണ് പരമേശ്വരൻ. അതാണ് ഭാഗവതം പറയുന്നത് 4-ാം സ്കന്ധത്തിൽ നിത്യവസ്തുവായിരിക്കുന്ന ശങ്കരനെ അനാദരിച്ചതുകൊണ്ടുണ്ടാകുന്ന കഥയെ ഇനി സ്പഷ്ടമാക്കാൻ പോവുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 4-ാം സ്കന്ധത്തിൻ്റെ ആദ്യത്തെ ഭാഗത്തിൽ ദേവഹൂതിയുടെ 9 പുത്രിമാരുടെയും അവരുടെ ഭർത്താക്കന്മാരുടെയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഈ പരമ്പരകളെയൊക്കെ മനസ്സിലാക്കേണ്ടത്? ഈ പരമ്പരകൾ പലപ്പോഴും നമ്മളെ അപകടപ്പെടുത്തുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെയല്ല, ഇത് വെറുതെ ഒരു കഥ പോലെയല്ല പറഞ്ഞത് നോക്കിയാൽ കാണാൻ സാധിക്കും. കാരണം മനു തൻ്റെ പുത്രിയായിരിക്കുന്ന പ്രസൂതിയെ ദക്ഷപ്രജാപതിക്ക് കൊടുത്തു എന്നാണ് ഭാഗവതം അനുശാസിക്കുന്നത്. അപ്പം ഇവിടെ ആ പുണ്യവതിക്ക് 16 പുത്രിമാരുണ്ടായി. ആ 16 പുത്രിമാരെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ആദ്യത്തെ 13 പേരെ യമധർമ്മൻ വിവാഹം കഴിച്ചു. എന്നിട്ട് അവരിൽ ധർമ്മത്തിനുണ്ടായിരിക്കുന്ന സന്താനങ്ങളുടെ പേര് പറയുകയാണ്. ഇത് മാത്രം അതിനകത്ത് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ തലത്തിലേക്ക് പ്രവേശിക്കാം. അതായത് യമധർമ്മൻ ആദ്യത്തെ 13 പുത്രിമാരെ വിവാഹം ചെയ്തു. അതിൽ ധർമ്മത്തിന് ഉണ്ടായിരിക്കുന്ന കുട്ടികൾ ആരൊക്കെയാണെന്ന് പറയുകയാണ്. ശ്രദ്ധയിൽ ധർമ്മത്തിനുണ്ടായിരിക്കുന്ന കുട്ടിയുടെ പേരാണ് ശുഭം. മൈത്രിയിൽ ഉണ്ടായിരിക്കുന്ന പുത്രിയുടെ പേരാണ് പ്രസാദം. ദയയുടെ പുത്രനാണ് അഭയം. ശാന്തിയുടെ പുത്രനാണ് സുഖം. തുഷ്ടിയുടെ പുത്രൻ മോദമാണ്. പുഷ്ടിയുടെ പുത്രൻ അഹങ്കാരാണ്. ക്രിയയുടെ പുത്രൻ യോഗമാണ്. ഉന്നതിയുടെ പുത്രൻ ദർപ്പമാണ്. ബുദ്ധിയുടെ പുത്രൻ അർത്ഥമാണ്. മേധയുടെ പുത്രൻ സ്മൃതിയാണ്. തിദിക്ഷയുടെ പുത്രൻ ക്ഷേമമാണ്. ലജ്ജയുടെ പുത്രൻ ഹ്രീയുടെ പുത്രൻ വിനയമാണ്. മൂർത്തിയുടെ പുത്രൻ നരനാരായണനാണ്. എന്താ അതിനർത്ഥം? ഇനി ഇതിൽ കൂടുതൽ തെളിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ശ്രദ്ധയ്ക്ക് ധർമ്മത്തിലുണ്ടാവുന്ന പുത്രനാണത്രേ ശുഭം. ഇനി ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഭാഗവതത്തിൻ്റെ ഭാഷ ഏതാണെന്ന് ഇനി പറയേണ്ട ആവശ്യമുണ്ടോ? അല്ലാതെ വംശപരമ്പരകൾ പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല. മൈത്രിക്ക് ധർമ്മത്തോട് ചേരുമ്പോൾ ഉണ്ടാവുന്ന പുത്രനാണ് പ്രസാദം. ദയയ്ക്ക് ധർമ്മത്തോട് ചേരുമ്പോൾ ഉണ്ടാവുന്ന പുത്രനാണ് അഭയം. ശാന്തിക്ക് ധർമ്മത്തോട് ചേരുമ്പോൾ ഉണ്ടാവുന്ന പുത്രനാണ് സുഖം. തുഷ്ടി ധർമ്മത്തോട് ചേരുമ്പോൾ ഉണ്ടാവുന്നതാണ് മോദം. അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടെ ഈ ശ്രദ്ധാദി ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങുകയാണ്. അപ്പം ദക്ഷപ്രജാപതിയുടെ ഒരു പുത്രിയായിരിക്കുന്ന സതീദേവിയെ സംഹാരരുദ്രനായിരിക്കുന്ന ശിവപെരുമാൾ വിവാഹം ചെയ്തു എന്നാണ്. ഇവിടെ ശിവസ്വരൂപത്തിൻ്റെ വിശേഷണമായിട്ട് പറയുന്നത് ഒരു പ്രത്യേക പദമാണ്. ഭവച്ഛിതം എന്നൊരു പ്രയോഗമുണ്ട്. ഭവച്ഛിതം ശിവസ്വരൂപത്തിൻ്റെ വിശേഷണമായിട്ട്. അതായത് ആദ്യമേ നമ്മൾ ബോധിക്കേണ്ടത് തന്നെയാണ്. ഭവച്ഛിതം എന്ന് പറഞ്ഞാൽ ശുദ്ധമായിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ സ്വരൂപം അഥവാ ബ്രഹ്മരൂപം തന്നെയാണ് ഇവിടെ ഭവച്ഛിതം എന്നതുകൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളത്. സതി എന്ന് പറഞ്ഞാലോ പ്രകൃതിയാണ്. സത്യരൂപമായിരിക്കുന്ന ബ്രഹ്മത്തിനെ അനുസ്മരിക്കുന്നത്. സതി എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ട്രൂത്താണ്, പാരമാർത്ഥികമായിരിക്കുന്ന സത്യം. ഈ ബുദ്ധി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ 3 തരത്തിലുണ്ടെന്ന് പറയാം. ഒന്നാമത്തതിൻ്റെ പേരാണ് ശ്രുതബുദ്ധി. എന്താ പറയാ? ശ്രുതബുദ്ധി. രണ്ടാമത്തേൻ്റെ പേരാണ് യുക്തബുദ്ധി. എന്ന് പറഞ്ഞു നോക്കൂ, യുക്തബുദ്ധി. മൂന്നാമത്തേൻ്റെ പേരാണ് ഋതംഭരാബുദ്ധി. ശ്രുതബുദ്ധി, യുക്തബുദ്ധി, ഋതംഭരാബുദ്ധി. എന്താ ശ്രുതബുദ്ധി എന്ന് പറഞ്ഞാൽ? ശ്രുതബുദ്ധി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടൊക്കെ മനസ്സിലാക്കുന്നത്. യുക്തബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? യുക്തബുദ്ധി എന്ന് പറഞ്ഞാൽ
ചിന്തിക്കുക, അല്ലെങ്കിൽ വേണ്ടതുപോലെ ഒരു സയൻറ്റിഫിക് നോളജ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ. അതാണ് ശ്രുതബുദ്ധി കഴിഞ്ഞിട്ട് പറയുന്ന യുക്തബുദ്ധി. അടുത്തതോ ഋതംഭരാബുദ്ധി. ഋതം എന്ന വാക്ക് ആദ്യമായിട്ട് പ്രയോഗിച്ചിട്ടുള്ളത് ആരാണ്? ഉപനിഷത്താണ്. ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി. ഋതം എന്ന് പറഞ്ഞാൽ സത്യം തന്നെയാണ്, സത്യം എന്ന് പറഞ്ഞാലും സത്യം തന്നെയാണ്, പക്ഷേ വ്യത്യാസമുണ്ട്. സത്യം എന്ന് പറഞ്ഞാൽ ആപേക്ഷിക സത്യമാണ്, ഋതം എന്ന് പറഞ്ഞാൽ പാരമാർത്ഥിക സത്യമാണ്. ഒന്ന് റിലേറ്റീവ് ട്രൂത്താണ്, രണ്ടാമത്തത് അബ്സല്യൂട്ട് ട്രൂത്താണ്. ഇവിടെ സത്യം എന്ന് പറഞ്ഞാൽ ആരാണ്? സന്മതി, അബ്സല്യൂട്ട് ട്രൂത്താണ്, പാരമാർത്ഥിക സത്യമാണ്. പാരമാർത്ഥിക സത്യമാണ് അറിവിനോട് ചേരേണ്ടത്. ഇതാണ് സതീ ശിവപരിണയം എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മൾ ഭാഗവതത്തിൽ കാണും, വേദവ്യാസ മഹർഷിയുടെ അച്ഛനായിരിക്കുന്ന പരാശരൻ കാളിയെ പരിണയിച്ചു. എന്നിട്ട് കാളിയോട് ഒരു തോണി കിടക്കുന്ന സമയത്ത് തോന്നിയിരിക്കുന്ന വിഹിതമല്ലാത്തത് എന്തോ അത് വേദവ്യാസനായി എന്നുള്ള കഥ നമ്മൾ മനസ്സിലാക്കാതെ പോയി. അവിടം തൊട്ട് തുടങ്ങിയതാണ് ഈ ഭാഷ നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ശ്രമം. അതായത് പരാശരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? വിദ്യകൾ രണ്ട് തരത്തിലാണ്, പര അപര. പരാവിദ്യയിലേക്ക് ശരസമാനമായ ബോധമുള്ളയാളാണ് പരാശരൻ, ബ്രഹ്മവിദ്യാപാരംഗതൻ. ആ ബ്രഹ്മവിദ്യാപാരംഗതൻ സംസാര സാഗരത്തെ മുറിച്ചു കടക്കാൻ പരിശ്രമിക്കേണ്ട തോണി ആകുന്ന തൻ്റെ ജീവിത സബരിയിൽ കണ്ടുമുട്ടേണ്ടതാണ് സത്യവതിയെ, സത്യത്തെ, പാരമാർത്ഥിക സത്യത്തെ. അപ്പോൾ പരാവിദ്യയിലേക്ക് ബ്രഹ്മ തത്വത്തിലേക്ക് ശരസമാനമായിരിക്കുന്ന അവബോധമുള്ളവൻ സത്യത്തെ പുണരുമ്പോൾ അത് രഹസ്യമാണ്. അതുകൊണ്ടാണ് ദ്വീപിൽ വെച്ച് സംഗമിച്ചു എന്ന് പറഞ്ഞത്. അത് രഹസ്യമാണ്, മറവേണ്ടതാണ്. ആ സത്യത്തിൻ്റെ, അതാണ് ഗായത്രിക്ക് ഉപദേശിക്കുന്ന സമയത്ത് ഒരു മറ വെച്ചിട്ടാണ് ഉപദേശം ഉണ്ടാവുക. അപ്പോൾ ആ രഹസ്യോക്തമായിരിക്കുന്ന ബ്രഹ്മവിദ്യ സത്യത്തോട് ചേരുന്ന സമയത്ത് ഉണ്ടായിരിക്കുന്നതാണ് വേദവ്യാസ സ്വരൂപം. അതാണ് കാളി, കാലസ്വരൂപം. അപ്പം അല്ലാണ്ട് ഒരു മഹർഷിക്ക് തോന്നിയ ഒരു ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റിൻ്റെ പൂർത്തീകരണമൊന്നുമല്ല. അപ്പം നമ്മൾ ചോദിക്കും, അപ്പം പിന്നെ എന്തിനാ ഇങ്ങനെ കഥ പറഞ്ഞത്? നല്ലോണം പറഞ്ഞല്ലോ വേദങ്ങളിലൂടെ. എത്ര 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 തത്വങ്ങൾ നമ്മളിലേക്ക് പകരാൻ ഉപനിഷത്തുകൾ അതിൻ്റെ സപ്ലിമെൻ്ററി പാർട്ട് ശ്രമിച്ചു, നമ്മൾ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇനി എന്താ വഴി? നമ്മളുടെ കാതിനും മറ്റും ഇമ്പമുണ്ടാവുന്ന രീതിയിൽ ഈ കഥയെ ഒന്ന് അവതരിപ്പിച്ച് നോക്കുകയാണ് വേദവ്യാസ മഹർഷി. അല്ലാതെ ഇത് വിവാഹം ചെയ്തതോ അല്ലെങ്കിൽ മറ്റ് അങ്ങനെ ആസ്വദിക്കുന്നവർ ആസ്വദിച്ചോളൂ, പക്ഷേ ഇതിൻ്റെ ധർമ്മം അതല്ല. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ സഹോദരിയായ സുഭദ്രയെ അർജുനൻ വിവാഹം കഴിച്ചു എന്നാണ്. പലരും പറയുക സുഭദ്ര അർജുനനെ തട്ടിക്കൊണ്ടുപോയില്ല എന്നാണ്. അങ്ങനെയല്ല. ഇവിടെ കൃഷ്ണ ശബ്ദത്തിന് ബ്രഹ്മവാചിത്വം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. കൃഷ്ണ സഹോദരിയായ സുഭദ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ഭദ്രമായിരിക്കുന്ന അറിവാണ്, ഉപനിഷത് ജ്ഞാനമാണ്, ബ്രഹ്മവിദ്യ തന്നെയാണ്. ആ ബ്രഹ്മവിദ്യയെ കൃഷ്ണ സഖാവിന് കിട്ടില്ല, കൃഷ്ണന്റെ കൂട്ടുകാരന് കിട്ടാൻ സാധ്യതയില്ല. മറിച്ച് അർജുനൻ സന്യാസവേഷം ധരിച്ചിട്ടാണ് സുഭദ്രയെ ആർജിച്ചത്. അപ്പോൾ ഉപനിഷത്ത് ഈഷത് ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ സന്യാസവേഷം ധരിക്കാതെ പറ്റില്ല എന്നാണ്. അല്ലാതെ ഈ കഥകളൊക്കെ വെറുതെ ഒരു രസത്തിന് പറയാന്നുള്ളതല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ സതീമാതാവ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മവിദ്യയാണ്, പാരമാർത്ഥികമായ സത്യദർശനാണ്. ആ സത്യവസ്തുവായിരിക്കുന്ന സതീമാതാവും സാക്ഷാൽ ശങ്കരനും തമ്മിലാണ് ഇവിടെ പരിണയിക്കപ്പെട്ടത്. എന്താ ഇവിടെ മനസ്സിലാക്കേണ്ടത്? ഇവിടെ ഒരു രസമുണ്ട്. ഈ സത്യത്തെ അനുസരിക്കുന്നവളാണ് സതി എന്നാണ്, സ്ത്രീത്വം എന്നതിനാ പറയുക. അപ്പോൾ സത്യത്തെ അനുസരിക്കേണ്ട ബാധ്യതയാണ് സ്ത്രീത്വത്തിനുള്ളത്. സ്ത്രീയുടെ സ്വരൂപം അതുകൊണ്ടാണ് സതി എന്ന് പറയുക. സത്യാനുധാവനമാണ് ഒരു സ്ത്രീയുടെ ക്വാളിറ്റി എന്ന് പറയുക. പക്ഷേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു ധർമ്മം തന്നെയാണ്. ഒരു വീടിൻ്റെ കാവലാളായി നിൽക്കേണ്ട സതിയായിരിക്കുന്ന ഒരു അമ്മയാണ് നമ്മുടെ ജീവിതാദർശങ്ങൾക്ക് വേണ്ടത്. പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ? അറിയില്ല. അങ്ങനെ ഒരു ആർദ്രത നമ്മുടെ ഉള്ളിൽ വരാറുണ്ടോ? സത്യം എന്താണെന്ന് അറിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ആർദ്രത വരിക. കരുണ, കൃപ. ഭാഗവതം അല്ലെങ്കിൽ ഈ ശാസ്ത്രം എന്ന് പറയുന്നത് അനുകമ്പയുടെ നീതിശാസ്ത്രമാവുന്നത് അവിടെയാണ്. നമുക്ക് ഈ ക്വാളിറ്റികളൊന്നും യഥാർത്ഥത്തിലില്ല. ഇവിടെ ഒരമ്മയുടെ കഥ നമ്മൾ കാണുകയാണ്. സതീമാതാവാകുന്ന പ്രകൃതിയുടെ ധർമ്മം നമ്മളിവിടെ കാണുകയാണ്. ഇവിടെ ആ സതീമാതാവായിരിക്കുന്ന അമ്മ ദക്ഷപ്രജാപതിയുടെ മകളായതുകൊണ്ട് ആ ദക്ഷപ്രജാപതി
വേണ്ടതിലേറെ. അതാണ് നേരത്തെ പറഞ്ഞത്, ഇവിടെ അഹങ്കാരം എപ്പോഴാണ് നമ്മളിൽ ജനിക്കുന്നത്? പുഷ്ടി എന്ന് പറയുന്നത് ചേരുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മളിൽ ചേരുമ്പോഴാണ്. അനർഹമായത് നമ്മൾക്ക് ലഭിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് യഥാർത്ഥത്തിൽ അഹംകൃതി എന്ന് പറയുന്നത്. ഇവിടെ ആ ശിവസ്വരൂപം സാക്ഷാൽ ബ്രഹ്മസ്വരൂപമാണെന്ന് ഭാഗവതത്തിൽ പറയുന്നത് പോലും എന്താണെന്ന് ദക്ഷൻ അറിഞ്ഞിരുന്നില്ല. കസ്തം ചരാചര ഗുരും നിർവൈരം ശാന്ത വിഗ്രഹം ആത്മാരാമം കഥം ദ്വേഷ്ടി ജഗതോ ദൈവതം മഹത്. അതായത് ഈ മഹാസ്വരൂപമായിട്ടുള്ള അല്ലെങ്കിൽ മഹാദേവനായിട്ടുള്ള പരമേശ്വരനോട് ദക്ഷനല്ലാതെ പ്രപഞ്ചത്തിൽ ആർക്കെങ്കിലും വൈരമുണ്ടാകുമോ? അപ്പോൾ അജ്ഞാനിയുടെ അറിവില്ലായ്മയുടെ ഏറ്റവും വലിയ അപകടത്തെക്കുറിച്ച് ഇവിടെ പറയണം. ഇതാണ് ദക്ഷയാഗത്തിൻ്റെ മർമ്മവും. ദക്ഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ദക്ഷൻ എന്ന വാക്കിന് അർത്ഥം തന്നെ സാമർഥ്യമുള്ളവൻ, സമർത്ഥൻ എന്നും കൂടിയുണ്ട്. അപ്പൊ സാമർഥ്യമുള്ള ഈ ദക്ഷന് ജീവിതാദർശങ്ങളിലൊക്കെ സാമർഥ്യമുണ്ട്, നമ്മളെപ്പോലെ തന്നെയാണ്. ജീവിതത്തിൽ കണ്ടമാനം സാമർഥ്യം നമ്മളൊക്കെ വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷേ എന്താണ് ഇല്ലാത്തത്? വൈരം. അതായത് യാതൊരു തരത്തിലും അനുകമ്പ, അത് സ്വന്തം പുത്രിയോട് പോലും അനുകമ്പയില്ലാത്തവനാണ് ദക്ഷൻ എന്ന് ഇവിടെ സിദ്ധിക്കുകയാണ്. പക്ഷേ എന്താണ് ഭാഗവതത്തിൻ്റെ ധർമ്മം? ശരിക്കും പറഞ്ഞാൽ അനുകമ്പയുടെ നീതിശാസ്ത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഭാഗവതം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അനുകമ്പ. ആ അനുകമ്പയില്ലെങ്കിൽ എന്താണ് മനുഷ്യൻ്റെ ജീവിതത്തിനുള്ള ഗുണം? ദയവ് ചെയ്തൊരു കാര്യം പറയട്ടോ, ദയവ് ചെയ്ത് ഈ ജീവിതത്തിൽ നമ്മൾ ആരോടും ഒരുപാട് കാലം വെച്ച് പുലർത്തേണ്ടതല്ല ഈ വിദ്വേഷാദികൾ. ഭാഗവതത്തിൽ അങ്ങനെ ഒരു രംഗം പറയാറുണ്ട്. അതായത് ആ കൃഷ്ണപ്രേമത്തിൻ്റെ തീവ്രത എത്ര വലുതാണ് ഭാഗവതത്തിലെ ഭക്തന്മാർക്കെന്ന് പറയാറുണ്ട് സാധാരണ. അതായത് ഒരു ചെറിയ രംഗമാണെങ്കിൽ പോലും നമുക്കത് ബോധിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് ജീവിതത്തിൽ. കാരണം ഭഗവാന്റെ ഭക്തന്മാർക്ക് ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പരസ്പര പ്രേമവും ആദരവും ആണ്. അതാണ് വേണ്ടത്. അല്ലാതെ ഭക്തൻ എന്ന് നമ്മൾ എങ്ങനെയാ പറയാം? അതാണ് ശ്രീധരീയത്തിൽ ശ്രീധരസ്വാമി പറഞ്ഞു വെച്ചത്. ധർമ്മപ്രോക്ഷിത കൈതപൂത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ എന്താണ് ഭക്തി എന്ന് പറയുന്നുണ്ട്. ശ്രീധരാചാര്യ സ്വാമികളുടെ ഭാഷയിൽ പറഞ്ഞാൽ അത്ര ശ്രീമതി സുന്ദരി ഭാഗവതേ പരമോ ധർമ്മോ നിരൂപ്യതേ പരമത്വേ ഹേതു പ്രകൃഷ്ണോചിതം കൈതവം കപടം യസ്മിൻ സ പ്രശബ്ദേന മോക്ഷാഭി സംതിരപി നിരസ്ത കേവലം ഈശ്വരാരാധനാരൂപോ ധർമ്മോ നിരൂപ്യത എന്നാണ്. അതായത് ഈ മോക്ഷം വേണമെന്നുള്ള ആഗ്രഹം പോലും യഥാർത്ഥത്തിൽ പെടുന്നത് എവിടെയാണ്? ആഗ്രഹങ്ങളുടെ പട്ടികയിലാണ്. ആഗ്രഹങ്ങളില്ലാത്ത കൃഷ്ണഭക്തി, ഈശ്വരഭക്തി, അങ്ങനെ ഒരു രംഗം ഈ വൈഷ്ണവാചാര്യന്മാർ വടക്കേന്ത്യയിലൊക്കെ പറയാറുണ്ട് കഥ പറയുന്ന സമയത്ത്. അതായത് ഒരിക്കൽ ഈ ഭഗവാന്റെ സ്വയംവരം കഴിയുമ്പോൾ നമ്മൾ അറിയാതെ പോകുന്നൊരു ചെറിയ രംഗം അവിടെ കാണിക്കും. ഈ പെട്ടെന്നുണ്ടായതാണല്ലോ രുക്മിണി ഹരണം. അങ്ങനെ ആ ദേവിയെ കൊണ്ടുവന്നിട്ട് ഒരു ചെറിയ സമയം, ഒരു ഹാഫ് ഡേ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഈ വിവാഹം അറിയിക്കാൻ വേണ്ടിയിട്ട്. എല്ലായിടത്തും ഇങ്ങനെ അറിയിക്കാനായിട്ട് ഓടി നടക്കുകയാണ്. ഓടി അങ്ങനെ നടന്ന് അവസാനം വൈകുന്നേരമായ സമയത്ത് പിറ്റേ ദിവസം ദ്വാരകയിൽ വെച്ച് ഭഗവാന്റെ വിവാഹം ആഘോഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തപ്പോൾ അവസാനമാണ് ഈ ദേവകി വസുദേവരോട് പറയുക, വസുദേവരെ നമ്മൾക്കൊരു ചെറിയ അബദ്ധം പറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ ചോദിക്കുക എന്താണ് പറയുന്നത്? അല്ല, എനിക്കത് പറയാൻ തന്നെ വിഷമമുണ്ട് അങ്ങയോട്. കാരണം നമ്മൾ ഒരുപാട് പേരെയൊക്കെ വിവാഹത്തിന് ക്ഷണിച്ചു, പക്ഷേ നമ്മൾ ഒരാളെ മാത്രം വിളിക്കാൻ വിട്ടുപോയല്ലോ എന്ന് പറയും. അപ്പം ചോദിക്കും അതാരാണ്? അപ്പം പറയും അങ്ങക്ക് ഓർമ്മയില്ലേ, നമുക്ക് എന്നാണ് നമ്മുടെ കൃഷ്ണനെ കിട്ടിയത്? നമുക്ക് എന്നാണ് നമ്മളെ ആ ഉണ്ണിയെ ലഭിച്ചത്? കാരണം ഒരു ഘോരമായിരിക്കുന്ന രാത്രിയിൽ ഈ കുഞ്ഞിനെയും കൊണ്ട് അങ്ങ് അമ്പാടിയിലേക്ക് പോയ ചരിത്രം അങ്ങക്ക് ഓർമ്മയില്ലേ? അവിടെ ചെന്നിട്ട് ഈ കുഞ്ഞായിരിക്കുന്ന ആ ഉണ്ണിയെ നമ്മൾ രണ്ടുപേരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് പോന്നു. പിന്നീട് എന്നാണ് നാം ആ ഉണ്ണിയെ കണ്ടത്? തടവറയ്ക്കുള്ളിൽ പഴന്തുണിക്കെട്ട് പോലെ കിടന്ന് ദുഃഖത്തിൻ്റെ തപ്തരുദ്രാക്ഷങ്ങളും എണ്ണിയിരുന്ന ഒരു നാൾ ആ കംസന്റെ കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗത്ത് കേട്ട ആരവങ്ങൾ താഴ്ന്നപ്പോൾ വെയിലിറക്കുന്ന ഒരു ആ ഒരു മധ്യാഹ്ന സന്ധ്യയിൽ അമ്മേ അമ്മേ എന്ന് വിളിച്ചുകൊണ്ടൊരു കുഞ്ഞ് ഓടി വന്നൊരു ചരിത്രം അങ്ങക്ക് ഓർമ്മയില്ലേ?
അന്നാണ് ഈ അമ്മയുടെ ഹൃദയം പൂർണ്ണമായത്. അപ്പോഴും വസുദേവര് ചോദിച്ചു, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോഴാണ് പറയുക, നമ്മൾ രണ്ടുപേരെ മാത്രം വിവാഹത്തിന് വിളിച്ചില്ലല്ലോ, അത് ആരാണെന്ന് അങ്ങക്ക് അറിയില്ലേ? യശോദയെയും നന്ദനെയും ഇത് അറിയിച്ചില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അവര് ആ സന്ധ്യാവേളയിൽ ആരും കാണാതെ ഈ വൃദ്ധര് പുറപ്പെടുകയാണ് അവരെ അറിയിക്കാൻ വേണ്ടിയിട്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ ആ വൃന്ദാവനത്തിൽ ചെല്ലുന്ന സമയത്ത് ഭഗവാനില്ലാത്ത വൃന്ദാവനത്തിൻ്റെ പ്രഭയെല്ലാം കെട്ട് ശ്മശാനത്തിൽ ചിതറിക്കിടക്കുന്ന ഉണക്കലരിയും ദർഭപ്പുല്ലുകളും എന്ന പോലെ വിണ്ടു കീറിയിരിക്കുന്ന യമുനാ നദിയുടെ പ്രാന്തങ്ങളിലൂടെ സഞ്ചരിച്ച് ആ സന്ധ്യ മയങ്ങിയ വേളയിൽ ആ ഗോപപാഠത്തിൽ ഒരിക്കൽ വസന്ത ഋതു മനോഹരമായി തത്തിക്കളിച്ചിരുന്ന ആ എത്തുമ്പോൾ ഈ നന്ദൻ ആ വീട്ടിൻ്റെ വാതിൽക്കൽ ഇരിപ്പുണ്ട്. കൃഷ്ണന് കൊടുത്തിരുന്ന ഓടക്കുഴലുകളും ആ ഭഗവാന്റെ മഞ്ഞപ്പട്ടുകളും ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന വസുദേവരുടെ ചിത്രം കാണുകയാണ്. ആ നന്ദൻ്റെ ചിത്രം കാണുകയാണ് വസുദേവര്. അപ്പോൾ വസുദേവർ ഇത് കണ്ടു, നന്ദനെ കണ്ടു. അപ്പം നന്ദന് കാഴ്ച പോരാ, വൃദ്ധാവസ്ഥയിലാണ്. അപ്പം നന്ദൻ പതുക്കെ പറയുന്നുണ്ട് യശോദയോട്, ആരോ വന്നിട്ടുള്ളത് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ആ അമ്മ ആലോചിക്കണം, ഭഗവാനില്ല ഈ വീട്ടിലെന്ന് പോലും ചിന്തിക്കാനാവാതെ ആ അമ്മ അത് കണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആലിംഗനം ചെയ്തു. ഈ സന്ധ്യയിൽ എന്തിനാണ് ഈ വൃദ്ധരെ നോക്കി നിങ്ങൾ വന്നതെന്നാണ് ആ അമ്മ ചോദിക്കുക. യശോദയാകുന്ന അമ്മ. ആ ദേവകിയുടെ ധൈര്യം മുഴുവനും ചോർന്നു പോയിട്ടുണ്ടാവണം. അവസാനം എത്രയോ വിഷമത്തോടു കൂടിയാണ് ആ ദേവകീ ദേവി യശോദാമ്മയുടെ കരം ഗ്രഹിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞങ്ങളൊരു കാര്യം പറയാനാണ് വന്നത് കേട്ടോ, പക്ഷെ എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. നാളെ ഭഗവാന്റെ വിവാഹമാണ്. അത് കേൾക്കുമ്പോൾ ആ യശോദാമ്മയ്ക്ക് ഉണ്ടാവുന്ന ഒരു അനുഭൂതി ആലോചിച്ച് നോക്കണം. ഇന്നലെ വരെ തൻ്റെ കുഞ്ഞായി തൻ്റെ മുമ്പിൽ തുള്ളിച്ചാടി നടന്നിരുന്ന ആ ഉണ്ണി വളർന്ന് നാളെ വിവാഹിതനാവാൻ പോവാണ്. അതറിയിക്കുന്ന സമയത്ത് അവർക്കുണ്ടായിരിക്കുന്ന ആ മാനസിക ഭാവം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷേ ആ അമ്മ വിചാരിച്ചു യശോദ എന്നെ കുറ്റപ്പെടുത്തുമായിരിക്കാം. പക്ഷേ യശോദ കുറ്റപ്പെടുത്തല്ല പറഞ്ഞത്. ഭഗവാൻ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ എന്തിനെയാണ് നമ്മൾ പിന്നെ സ്മരിക്കുക? എന്നിട്ട് നിങ്ങൾ ഇത്രയും വരെ വന്നില്ല, ഇതാണ് അനുകമ്പ. അല്ലാതെ ഇത്രയും കാലം നിങ്ങൾ ഞങ്ങളെ ഓർത്തില്ലല്ലോ, ഇപ്പോഴാണല്ലോ ഇതൊക്കെ പറയാം, അങ്ങനെയല്ല. നമ്മളുടെ ഹൃദയത്തിൽ വേണ്ടത് ഇതാണ്. ഇതൊക്കെയാണ് ഭക്തൻ എന്ന് അഭിമാനിക്കുന്ന നമ്മൾ തിരിച്ചറിയേണ്ടത് കേട്ടോ. ദക്ഷൻ ഈ തിരിച്ചറിവില്ലാതെ പോയപ്പോഴാണ് ദക്ഷന്റെ ഗർവം അപകടത്തിലേക്ക് പോയത്. ദക്ഷന്റെ ഹൃദയം അന്ധകാരത്തിൽ മൂടിപ്പോയത്. സതീദേവി ആരാണെന്ന് പോലും, പ്രകൃതി എന്താണെന്ന് അറിയാതെ ദക്ഷന്ത ശിവപെരുമാളിനോട് വിരോധം കാണിക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു ചോദ്യം വിതുര മഹാശയൻ ചോദിക്കാനുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഇവർ തമ്മിൽ വിരോധം ഉണ്ടാവുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാ സംഗതി ചോദിച്ചാൽ മൈത്രേയർ മറുപടിയും കൊടുക്കുന്നുണ്ട്. മരീചി മുതലായിരിക്കുന്ന പ്രജാപതിമാരുടെ യജ്ഞത്തിന് ഒരുപാട് പേര് പങ്കെടുത്തു. അപ്പോൾ ആ സദസ്സിലേക്ക് ദക്ഷൻ വന്ന സമയത്ത് ശിവപെരുമാൾ എഴുന്നേറ്റ് നിന്ന് ആദരിച്ചില്ല എന്നൊരു പരാതിയാണ് ദക്ഷന് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതാണ്, ഈ ആദരവ് എന്ന് പറയുന്നത് പിടിച്ചു വാങ്ങിക്കേണ്ടതാണോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പം എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്? ഇവിടെ അജ്ഞാനിയുടെ ഏറ്റവും വലിയ ലക്ഷണം അവനവനെ തിരിച്ചറിയാത്തതാണെന്ന് ഗീത അനുധാവനം ചെയ്യുന്നത് പോലെയാണ്. ഇവിടെ ദക്ഷ പ്രജാപതി പിന്നീട് ശിവപെരുമാളിനെ ക്ഷണിക്കാതെയാണ് യാഗം നടത്തിയത് എന്ന് കഥയിൽ നമ്മൾ പറയുകയാണ്. അപ്പം ഇവിടെ ദക്ഷൻ സ്വഗൃഹത്തിലേക്ക് അന്ന് ശങ്കരവിരോധവുമായിട്ട് പോവുകയാണ്. അപ്പം ശങ്കരനെ വിരോധിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അവിടെ മനസ്സിലാക്കേണ്ടത്? അവിദ്യയെ വിദ്യയായി കരുതുന്നവൻ്റെ അബദ്ധമാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ശങ്കരനെ അപമാനിക്കുന്ന സകല അജ്ഞാനികൾക്കും ജനന മരണ രൂപമായിരിക്കുന്ന സംസാരത്തിൽ നിന്നൊരിക്കലും മോചനം ഉണ്ടാവണില്ല. ആ ശങ്കരനെ അനാദരിക്കുന്നവന് കർമ്മമാർഗത്തിൽ നിന്ന് മോചനം ഉണ്ടാവണില്ല. വിദ്യ എന്താണ്, തപസ് എന്താണ്, വ്രതം എന്താണ് തുടങ്ങിയതൊന്നും അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വരില്ല. അപ്പോൾ ഇതാണ് ദക്ഷന്റെ യാഗത്തിൻ്റെ പിന്നാമ്പുറത്തുള്ള ചിന്തകൾ. അതായത് ഡംഭിന് വേണ്ടി യാഗം നടത്തുക എന്ന് പറയുന്ന മാതിരി തന്നെ അതന്നെയാണ് ഇവിടെ ഗർവത്തിലൂടെ വന്ന യാഗത്തിൻ്റെ സംഭാരങ്ങൾ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഇവിടെ വാജപേയ യാഗം നടത്തിയിട്ട് വാജപേയ യാഗത്തിൻ്റെ ഒരു സപ്ലിമെൻ്ററി ആയിട്ടാണ് ബൃഹസ്പതി സവം എന്ന യാഗം ദക്ഷൻ നടത്തിയതെന്നാണ് കഥയിൽ പറയുക.
ബൃഹസ്പതി എന്ന് പറയുന്നത് മായാബദ്ധമായിരിക്കുന്ന ബുദ്ധി എന്നും കൂടെ അർത്ഥമുണ്ട്. ബൃഹസ്പതി എന്ന പദത്തിന് അങ്ങനെയും കൂടെ ഒരു അർത്ഥമുണ്ട്. അതാണ് ബൃഹസ്പതി സവം എന്ന് പറയുന്നത്. അപ്പോൾ മായാനിബദ്ധമായിരിക്കുന്ന ബുദ്ധി എന്നാണ്. അപ്പോൾ ആ മായാനിബദ്ധമായിരിക്കുന്ന ബുദ്ധി കൊണ്ട് ഉള്ള യജ്ഞം, അതാണ് ബൃഹസ്പതി സവം എന്ന യജ്ഞം അല്ലെങ്കിൽ യാഗം ദക്ഷൻ ആരംഭിക്കുകയാണ്. അപ്പോൾ സതീമാതാവ് ഇത് കേൾക്കാനായിട്ട് ഇടവന്നു. അപ്പോൾ സതീമാതാവ് പരമേശ്വരനോട് പറയുകയാണ്, നമുക്ക് അത്രടം വരെ പോവേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ സതീമാതാവിൻ്റെ ഭാഷ്യം എന്താണെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. എന്താ പറയേണ്ടത്? ആശ്ചര്യമായിരിക്കുന്ന ആശ്ചര്യമജാത്മമായയാ വിനിർമ്മിതം ഭാതി ഗുണത്രയാത്മകം തഥാപ്യഹം യോഷിതത്വവിച്ഛതേ ദീനാദൃക്ഷേ ഭവമേ ഭവക്ഷിതിം. അതായത് അവിടെ പറയണത് യാഗത്തിന് പങ്കെടുത്തു എന്നുള്ളതല്ല പ്രധാനമായിട്ട് പറഞ്ഞത്. എനിക്ക് എൻ്റെ ജന്മഭൂമിയിലേക്കല്ലയോ പ്രഭുവായിട്ടുള്ളവനെ, ആശ്ചര്യകരമായിരിക്കുന്ന ത്രിഗുണാത്മകവുമായിരിക്കുന്ന ജഗത്ത് അവിടുത്തെ മായ കൊണ്ട് നിർമ്മിതമായിട്ട് കാണപ്പെടുന്നു. പക്ഷേ അങ്ങയെ ധിക്കരിക്കാനായിട്ട് എനിക്കറിയില്ല, അങ്ങയെ ശരിക്കറിയാനും എനിക്ക് കഴിവില്ല. പക്ഷെ ദീനയായിരിക്കുന്ന എനിക്ക് എൻ്റെ ജന്മഭൂമി കാണാനുള്ള ആഗ്രഹമുണ്ടെന്ന് പറയണം. എന്താണ് ഈ കഥയുടെ ഈ ഭാഗത്തിൻ്റെ ആധ്യാത്മികമായ രഹസ്യം? ഇവിടെ വൃത്തിയുടെ സ്വരൂപം പറയണം, പ്രകൃതിയുടെ സ്വരൂപം പറയണം. ഇവിടെ വൃത്തിയുടെ സ്വരൂപവും ആ ബ്രഹ്മത്തിൻ്റെ നേർക്ക് തിരിഞ്ഞിട്ടുള്ള വൃത്തിക്ക് സംസാരോന്മുഖമായിരിക്കുന്ന ഒരു പാശബന്ധനം ഉണ്ടായാൽ ഉണ്ടാകുന്ന പരിണാമത്തെക്കുറിച്ച് പറയണം ഇവിടെ. അതാണ് ദക്ഷയാഗത്തിൽ നമ്മൾ ഈ ഭാഗത്ത് ഇതിൻ്റെ സമാധി ഭാഷയിൽ നമ്മൾ രൂപപ്പെടുത്തി ഹൃദയംഗമമായി സ്വീകരിക്കേണ്ട തത്വം. നമ്മുടെ ഈ വൃത്തിയും അതിൻ്റെ സ്വരൂപവും, ആ വൃത്തി ഈശ്വരോന്മുഖമായിട്ട് സഞ്ചരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായാൽ തന്നെ, അതാണ് സതീമാതാവിനെ സാക്ഷാൽ പരമേശ്വരൻ തൻ്റെ ഭാര്യയായി സ്വീകരിച്ചു എന്ന് പറയുന്നത്. ഈശ്വരനാണ് മായയെ കൈയടക്കി വെച്ചിരിക്കുന്നത്. ആ മഹാമായയെ കൈയടക്കി വെച്ചിരിക്കുന്ന ഈശ്വരൻ ആ മഹാമായയെ കൈയടക്കി കൊണ്ട് കാണിക്കുന്ന ലീലാവിലാസങ്ങൾക്ക് പരിധിയില്ല എന്ന് ഭഗവാന്റെ ലീലകളിലൂടെ നമ്മൾ കാണുകയാണ് ഈ ഭാഗത്തിലും. അപ്പം ഇവിടെ അതാണ് ജന്മഭൂമിയിലേക്ക് എനിക്ക് മടങ്ങിപ്പോവാനായിട്ട് താല്പര്യമുണ്ട് എന്ന് സതീമാതാവ് പറയുന്നതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, ഒരു സന്യാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ആ സന്യാസിക്ക് ഒരിക്കലും യാതൊരു തരത്തിലും തൻ്റെ ജന്മഭൂമിയിലേക്കോ കർമ്മമണ്ഡലങ്ങളിൽ പൂർവാശ്രമത്തിലേക്കോ ഉണ്ടായിരുന്ന ബന്ധവിച്ഛേദത്തിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ സതീമാതാവ് തനിക്ക് തൻ്റെ പഴയ ഇടത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകണമെന്ന് ശാഠ്യം പിടിച്ചു. കഥ നമുക്കറിയാം. ശിവപെരുമാൾ അതിൽ ശരിതെറ്റുകളെ കുറിച്ചൊന്നും പിന്നീട് ചൂണ്ടിക്കാണിച്ചിട്ടില്ല. പാർവതി മാതാവ് ആവാനുള്ള വ്യഗ്രതയിലാവണം മഹാമായായിരിക്കുന്ന സതീമാതാവ് ആ ഗൃഹത്തിലേക്ക് യാത്ര ചെയ്തു. അങ്ങനെ അവിടെ എത്തിച്ചേർന്ന സതീമാതാവിനെ തിരിച്ചറിയാനായിട്ട് ആർക്കാണ് സാധിക്കുക? ആ അമ്മയെ തടയാനായിട്ട് ആർക്കാണ് സാധിക്കുക? ആരാലും സാധിക്കില്ല. അവിടെ പറയുന്നുണ്ട്, പിതൃഗൃഹത്തിൽ വന്നു ചേർന്നിരിക്കുന്ന സതീദേവിയെ മാതാവും സഹോദരിമാരും ഒഴിച്ച് മറ്റാരും കണ്ട ഭാവം പോലും നടിച്ചില്ല എന്നാണ്. എന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടെ മനസ്സിലാക്കേണ്ടത് മറ്റൊന്നുമല്ല, ആത്മവസ്തുവിനെ പറ്റി ചിന്തിക്കാനും ആത്മവസ്തുവിനെ അറിയാനും എങ്ങനെയാണ് ലോകവ്യവഹാരം ചെയ്യുന്നവർക്ക് സാധ്യമാവുക എന്നുള്ളതാണ്. അല്ലാതെ സതീമാതാവ് അവിടെ അനാദരിക്കപ്പെട്ടു എന്നുള്ളതല്ല. പ്രകൃതി എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്വരൂപം എന്താണ്? അപ്പം സതീമാതാവിനെ അവിടെ തിരിച്ചറിഞ്ഞപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അർത്ഥം നമ്മൾ ധരിക്കേണ്ടത് ഇതാണ്. അങ്ങനെ ആ ദക്ഷയാഗവേദിയിലേക്ക് സതീമാതാവ് വന്നു ചേർന്നു. പക്ഷേ ദക്ഷൻ അവിടെ സതീമാതാവിനെ തിരിച്ചറിയാനുള്ള ബോധം അവിദ്യയുടെ ആവരണത്തിൽ പെട്ടുകിടന്നത് കൊണ്ടുണ്ടായില്ല. എന്തുണ്ടായത്? സതീമാതാവ് ആ യജ്ഞശാലയിൽ ഇരുന്നു കൊണ്ട് തന്നെ തൻ്റെ സ്വരൂപത്തെ വേണ്ടതുപോലെ തൻ്റെ പ്രാണനെ അടുത്ത തലത്തിലേക്ക് ഉദ്ധരിക്കാൻ തീരുമാനിച്ചു. അല്ലാതെ സതീമാതാവ് താൻ അപമാനിതയായി എന്ന് പറഞ്ഞിട്ട് തൻ്റെ ശരീരത്തെ ആത്മാഹൂതി ചെയ്യുക എന്നുള്ള തലത്തിലേക്കൊന്നും പോയിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും പറയുക, സതീമാതാവ് ആത്മഹത്യ ചെയ്തു. അത് തെറ്റായ ആശയമാണെന്ന് നമുക്കൊക്കെ അറിയാം. അങ്ങനെ ഒരു ആത്മാഹുതിയുടെ കഥയല്ല ഇത്. ആത്മാഹുതി എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്? നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സൂയിസൈഡ് പോയിന്റ് ആയിട്ടൊന്നുമല്ല. മറിച്ച് ഇവിടെ പറയുന്നുണ്ട്, സതീമാതാവ് ഊർധ്വഗതിക്കായി തൻ്റെ നാഭീചക്രത്തിൽ നിന്ന് പ്രാണനെ ഹൃദയത്തിലേക്ക് സ്ഥിതമാക്കിക്കൊണ്ട് അറിവ് കൊണ്ട് കണ്ഠമാർഗത്തിലൂടെ ഭ്രൂമധ്യം വരെ കൊണ്ടുവന്ന് സകല അവയവങ്ങളെയും അഗ്നിക്കും വായുവിനും വേണ്ടിയിട്ട്
ഭാവന ചെയ്തുകൊണ്ട് ശങ്കരനെ ധ്യാനിച്ചുകൊണ്ട് മറ്റെല്ലാം വിസ്മരിച്ച് സമാധിഭാവത്തിലൂടെ കടന്നുപോയി എന്നാണ്. ഇവിടെ ഇതൊരു ബിംബാണ്. അതായത് ഇവിടെ നമ്മൾ കാണേണ്ടത് യോഗമാർഗത്തിൻ്റെ അനുധാവനത്തിലൂടെ ചെന്ന് നമ്മുടെ ജീവന്റെ ഗതി, ഇത് തന്നെയാണ് പരീക്ഷിത്ത് മഹാരാജാവും ചെയ്തത്. അതുകൊണ്ടാണ് പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ പൊടി പോലും അവസാനം ഉണ്ടായില്ല എന്നുള്ളതാണ്. ഭസ്മീകൃതനായി പോയി എന്നാണ്. അതൊരു ബാഹ്യമായ ഭാവനയിൽ നമ്മൾ ഗ്രഹിക്കേണ്ടതേ അല്ല. അത് ആന്തരികമായിരിക്കുന്നൊരു ധാരണയിലും ബോധത്തിലും നമ്മൾ ഗ്രഹിക്കേണ്ടതാണ്. അതാണ് ഈ ധാരണയും ധ്യാനവും സമാധിയും ഒക്കെ. അതാണ് നേരത്തെ പറഞ്ഞത്. ഇവിടെ അഹംവൃത്തി ഇല്ലാതാവുമ്പോൾ മാത്രമാണ് ഒരാൾക്ക് സമാധിഭാവത്തിലേക്കുള്ള യാത്ര ആരംഭിക്കാൻ സാധിക്കുന്നത്. അതാണ് ബുദ്ധനുമൊക്കെ ചെയ്ത അതാണ്. തഥാഗതനായിരിക്കുന്ന ബുദ്ധൻ ഒരിക്കലും തൻ്റെ മകനോട് പറയുന്നുണ്ട്, അല്ലയോ മകനെ, നിന്റെ ഈ പിഞ്ചിളം കൈകൾക്ക് ഈ ഭിക്ഷാപാത്രം എന്താനുള്ള കരുത്തുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോഴും സമാധിയും ഭിക്ഷയും ഒക്കെ മറ്റെന്തോ ആണെന്നാണ് കരുതുന്നത്. അങ്ങനെയല്ല. കാരണം തഥാഗതനായിരിക്കുന്ന ബുദ്ധൻ വീട്ടിൽ നിന്ന് പോകുന്ന ഒരു രംഗമുണ്ട് ഭാരതത്തിൽ. നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. കാരണം യശോധരയാകുന്ന അമ്മയുടെ മടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു പൗർണമി രാവിൽ സുഖശീതളമയാർന്നിരിക്കുന്ന കാറ്റ് ജനാലയിലൂടെ കടന്നു വന്ന് അവിടെയുള്ള വീണക്കമ്പികളെ സ്പന്ദനം ചെയ്യുന്ന സമയത്താണ് ബുദ്ധന് തോന്നുന്നത് ഇനി പോവാൻ സമയമായി എന്ന്. ആ ബുദ്ധൻ പോയത് നിരഞ്ജനയുടെ നിലാവുള്ള നദിയുടെ അഗാധ തലങ്ങളിലേക്കായിരുന്നു. നിരഞ്ജന നദി ബുദ്ധനെ ഹൃദയത്തോട് ചേർത്തു. പക്ഷേ അന്ന് രാത്രിയിലാണ് ബുദ്ധൻ മനസ്സിലാക്കുന്നത് ശരീരത്തിൻ്റെ നിരാകരണമല്ല ആധ്യാത്മികത. ഈ ശരീരത്തിൻ്റെ നിരാകരണമോ ശരീരത്തെ പീഡിപ്പിക്കുന്നതോ ഒന്നും ആധ്യാത്മികതയുമായിട്ട് യാതൊരു ബന്ധവുമുള്ളതല്ല. പക്ഷേ എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മളൊക്കെ അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. ശരീരത്തിൻ്റെ നിരാകരണം. ഇപ്പോൾ നമ്മളൊക്കെ കഠിനമായിരിക്കുന്ന പല കാര്യങ്ങളും ചെയ്താൽ ഈശ്വരനെ പ്രാപിക്കാം, അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. പട്ടിണി കിടന്നാൽ ഈശ്വരൻ വരുന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. പട്ടിണി കിടന്നാൽ ഈശ്വരൻ വരുമെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആദ്യം ഈശ്വരൻ പ്രത്യക്ഷപ്പെടുന്നത് സോമാലിയയിലാണ്. കാരണം അവിടെ എല്ലാവരും പട്ടിണിയാണ്. ഈ പട്ടിണി കിടന്നും ഈശ്വരനെ സാധിച്ചെടുക്കാം, അങ്ങനെയാണോ? അങ്ങനെയല്ല. അതല്ല അവിടുത്തെ ധർമ്മം. ഇവിടെ നമ്മൾ ബോധിക്കേണ്ടത് എന്താണ്? ശരിക്കും ഇതിൻ്റെ ആന്തരികാർത്ഥം എന്താണ്? ശരീരത്തിൻ്റെ നിരാകരണമല്ല. ഇവിടെ സതീദേവി ശരീരത്തിനെ നിരാകരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. ബുദ്ധൻ ശരീരത്തെ നിരാകരിച്ചിട്ടില്ല. ബുദ്ധന് ബോധ്യമാവുന്ന അവിടെയാണ്. ആ നിരഞ്ജന നദിയിൽ മുങ്ങിപ്പൊങ്ങിയപ്പോഴാണ് ബോധ്യമായത് ശരീരത്തിൻ്റെ നിരാകരണമല്ല ഇന്ത്യൻ സ്പിരിച്വാലിറ്റി എന്നുള്ളത്. അങ്ങനെയാണ് ആ മരത്തണലിൽ പ്രഭാതത്തിൽ ഒരു കാട്ടുപൂ പോലെ വാടിക്കിടന്നിരുന്ന ബുദ്ധൻ്റെ താമരത്തണ്ട് പോലെയുള്ള ആ ശരീരത്തിലേക്ക് ആ വഴിയിലൂടെ 9 വയസ്സുകാരിയായിരിക്കുന്ന ഒരു പെൺകുട്ടി പാൽക്കഞ്ഞിയും തമരവിത്തുകളുമായി പോകുന്ന സമയത്ത് ബുദ്ധൻ്റെ മണിച്ചുണ്ടുകളിലേക്ക് പാൽക്കഞ്ഞി ഏറ്റി കൊടുക്കുമ്പോൾ തൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഊർജ്ജ കേന്ദ്രങ്ങളും ഉണരുന്ന അവസ്ഥ അറിയുമ്പോൾ ബുദ്ധൻ തിരിച്ചു വരുന്നത്. ആ ബുദ്ധൻ പിന്നീട് ബോധായനത്തിൻ്റെ നിലാവ് കണ്ട് സമാധിഭാവത്തിലേക്ക് ഉയർന്ന ആനന്ദവാനായി മാറിയപ്പോൾ ഭാനുമാനിൽ നിന്ന് നടന്നു വീണൊരു കിരണം പോലെ ബുദ്ധൻ നടന്നു വരുമ്പോൾ ബുദ്ധൻ്റെ മകൻ അമ്മയോട് ചോദിക്കുന്നുണ്ട്, ആ വരുന്ന ബുദ്ധഭിക്ഷുക്കളിൽ ഏതാണ് എൻ്റെ അച്ഛൻ? അപ്പോൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്, അച്ഛൻ ആ നടന്നു വരുന്ന ആളാണ് മോനെ എന്ന് പറയുന്നുണ്ട്. ഓടിച്ചെന്ന് ബുദ്ധൻ്റെ മകൻ ചോദിക്കുന്നുണ്ട് ബുദ്ധനോട്, അച്ഛൻ എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക്? കാരണം അമ്മ എവിടെ പോയിരിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് മകനോട് അമ്മ എപ്പോഴും പറയാറ്, അച്ഛൻ എവിടെ പോയിരിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് മകനോട് അമ്മ പറയാറുള്ളത്, മോനെ അച്ഛൻ പോയിരിക്കുന്നത് ലോകം വെട്ടിപ്പിടിക്കാനാണെന്നാണ് മറുപടി. അപ്പോൾ ഈ ലോകം വെട്ടിപ്പിടിച്ചിട്ട് അച്ഛൻ എനിക്ക് എന്ത് കൊണ്ടുവന്നു എന്ന് ചോദിക്കുന്നുണ്ട് ബുദ്ധൻ്റെ മകൻ. അപ്പോൾ ഈ ബുദ്ധൻ്റെ മകനോട് ബുദ്ധൻ പറയുന്നത്, മോനെ നിനക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഭിക്ഷാപാത്രമാണ്. പക്ഷേ ഈ ഭിക്ഷാപാത്രം കയ്യിലെടുത്തു വയ്ക്കാൻ നിന്റെ കരങ്ങൾക്ക് ശക്തി പോരാ. കാരണം എന്താ വെച്ചാൽ ശരീരത്തിൻ്റെ കാമനകൾ, ഉടലിൻ്റെ എല്ലാ കാമനകളും അഹംവൃത്തി എന്നേക്കുമായി കത്തിത്തീരുന്നവനുള്ളതാണ് ഭിക്ഷാപാത്രം. ഒന്ന് ചിന്തിക്കാമോ? ഇന്ന് വൈകുന്നേരം ഈ വേദി വിട്ട് പുറത്തേക്ക് അടുത്ത ജംഗ്ഷൻ വരെ ഒരു ഭിക്ഷാപാത്രവും കയ്യിലേന്തി ഒന്ന് നടന്നിട്ട് വരാമോ? എന്തൊരു നിശബ്ദത! ബുദ്ധിമുട്ടാണ്, സാധ്യമല്ല. ഇതാണ് ഈ പഴനിക്കൊക്കെ പോണ സമയത്ത് ഒരു 50 വീട് കയറിയേക്കാന്നൊരു നേർച്ചുണ്ട്, ഉണ്ടല്ല? ജ്ഞാനപ്പഴമായിരിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമിയെ കാണണമെങ്കിൽ നമുക്ക് വേണ്ടത് ഈ 50 വീട് കയറലാണോ? എന്താണത്? അറിയാത്ത വീടുകളിൽ വേണം പോവാൻ എന്നാണ്.
അങ്ങനെ വീട്ടിൽ ഭിക്ഷാപാത്രവും ഭസ്മവും ഒക്കെ ആയിട്ട് ചെല്ലുന്ന സമയത്ത് അവിടെയുള്ളവർ ചിലപ്പോൾ നമ്മളെ അപമാനിക്കും, ചിലപ്പോൾ നമ്മളെ പ്രശംസിക്കും, ചിലപ്പോൾ ഇറക്കി വിടും. ഈ മാനാപമാനങ്ങൾ തുല്യമായി കാണാനുള്ള ചിത്തവൃത്തി ഉള്ളവനാണ് അറിവിൻ്റെ കേദാരഭൂമി കയറാനുള്ള യോഗ്യത എന്നാണ്. നമ്മളങ്ങനെയല്ല. നമ്മൾ പരിചയക്കാരോടൊക്കെ പറയും, ഞാൻ നാളെ രാവിലെ 8 മണിക്ക് വരുന്നുണ്ടോ, ചായ കരുതിയേക്കോ, ഭിക്ഷയ്ക്ക് വരികയാണ്. അപ്പൊ ഭിക്ഷയും സമാധിസ്ഥമായിരിക്കുന്ന ഈ തലങ്ങളൊക്കെ നമ്മൾ ലാഘവത്തോടെ കണ്ടാൽ പോലും ഇതൊക്കെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉള്ളവയാണ്. ഇവിടെ സതീമാതാവ് മരിച്ചുപോയി എന്നൊന്നുമല്ല കഥ പറഞ്ഞത്. സതീമാതാവ് തൻ്റെ ശരീരത്തെ അടുത്ത കൽപ്പത്തിലേക്ക് കൊണ്ടുപോയി എന്ന് മാത്രമാണ് ഇവിടെ പറയുക. അപ്പോൾ ആ സതീമാതാവ് പർവ്വത രാജകുമാരിയായി കടന്നുപോയി. ആ അമ്മയ്ക്ക് വിധേയമല്ലാത്തത് എന്താണ് ഈ പ്രപഞ്ചത്തിലുള്ളത്? ഇവിടെയൊക്കെയാണ് ദേവീ തത്വത്തെയും ദേവീ സ്വരൂപത്തെയും ഒക്കെ നമ്മൾ ഭാരതീയമായിട്ട് കാണുന്നത് വളരെ അപകടം പിടിച്ച രീതിയിലാണ്. ദേവി ഉപാസന ഇപ്പം ഈ ഭാഗം തന്നെ നമ്മൾ എത്ര കാലം നമ്മൾ ബോധിച്ചാലാണ് ഈ അറിവിലേക്ക് നമ്മൾ വരിക? നമ്മൾ വരേണ്ടിയിരിക്കുന്നുണ്ടോ? കാരണം എന്താണ്, നമ്മൾ ചുറ്റുപാടും കാണുന്നതൊക്കെ നമുക്ക് പ്രത്യാശ നൽകുന്ന കാര്യങ്ങളല്ല. ഭാരതീയ സംസ്കാരത്തെ എത്രത്തോളം അപകടകരമാം വിധത്തിൽ താറടിക്കാമോ അത്രത്തോളം ഒക്കെ താറടിക്കുന്ന കാലമാണ്. സന്യാസ മാർഗങ്ങൾ ഉൾപ്പെടെ ഭാരതീയ സംസ്കാരത്തെ പല കോണുകളിൽ നിന്ന് ബുദ്ധിയുണ്ടെന്ന് അഭിനയിക്കുന്നവർ ചോദ്യം ചെയ്യുമ്പോൾ ബുദ്ധി കൊണ്ടും ശാസ്ത്രം കൊണ്ടും ഇതിനെ നമ്മൾ പ്രതിരോധിക്കേണ്ട കാലം വന്നു ചേർന്നിരിക്കുകയാണ്. കാരണം പലരും ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പം ഇവിടെ തന്നെ നമ്മൾ നോക്കുക, ഈ സതീമാതാവ് സ്വന്തം ശരീരത്തെ ഒരുപിടി ചാരമാക്കിയോ എന്നാണ് ചോദ്യം. ഇത്തരം കഥകളുടെ ബ്രഹ്മാകാര വൃത്തി അറിയുന്നില്ലെങ്കിൽ നമ്മൾ അപകടപ്പെടുക ചെയ്യാം. ഭാഗവതം വായിക്കുന്നവരും കേൾക്കുന്നവരും ജാഗ്രത ആയിട്ടാണ് ഈ കഥ മനസ്സിലാക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യേണ്ടത്, ഈ സംസ്കാരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ആന്തരിക ധർമ്മത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, നമ്മൾ ബാഹ്യമായിരിക്കുന്ന ധർമ്മങ്ങൾക്കല്ല. അപ്പോൾ അമ്മയുടെ സ്വരൂപം കുറേ കാലം നമ്മൾ ഈ ദേവി ഉപാസനയൊക്കെ ചെയ്ത് നോക്കുമ്പോഴാണ് ചിലരൊക്കെ ചോദിക്കും, നിങ്ങളുടെ ഈ ദേവി ഉപാസന എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ? ശിവപെരുമാൾ ഒരു ഭാഗത്ത് ഇവിടെ സതീമാതാവാകുന്ന പാർവതി മാതാവാകുന്ന അമ്മയോട് വിവാഹ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടില്ലേ, ശിവപെരുമാള് ഇതേ ദേവിയുടെ തന്നെ സ്വരൂപത്തെ എങ്ങനെയാണ് കാണുന്നത്? ശിവപെരുമാളിൻ്റെ നെഞ്ചിൽ ചവിട്ടി നിൽക്കുന്ന ഒരു കാളിയെ നമ്മൾ കാണാറുണ്ട് ഹൈന്ദവ സംസ്കാരത്തിൽ. ഇതൊക്കെ എന്താണെന്ന് നമ്മൾ ബിംബവൽക്കരിക്കപ്പെട്ട ചിത്രങ്ങൾ, ഭദ്രകാളി ദേവിയുടെ സ്വരൂപം ഭാഗവതം പറയുന്നുണ്ട്. വൃഷഭാവതാര വേളയിൽ ഒരു ചെറിയ മിന്നലാട്ടം പോലെ കടന്നു പോവുകയാണ്. അപ്പം അവിടെ കാലാതിവർത്തിത്വത്തെയാണ് ദേവി സൂചിപ്പിക്കുന്നത്. കാലകാലൻ്റെയും നെഞ്ചിൽ ചവിട്ടി നിൽക്കാൻ പറ്റുന്ന കാളി എന്ന് പറഞ്ഞാൽ അതാണ്. കാലത്തിനെ അതിവർത്തിക്കുക, അതായത് മഹാപ്രളയ സാക്ഷിണി എന്ന് ലളിതാ സഹസ്രനാമം പറയുന്നതാണ്. മഹാപ്രളയത്തിന് സാക്ഷിയായിരിക്കുന്നവൾ. അപ്പോൾ ആ ദേവിക്ക് ജനന മരണങ്ങൾ എവിടെ? ഒരു ഊർജ്ജരൂപത്തിൽ നിന്ന് മറ്റൊരു ഊർജ്ജത്തിലേക്കുള്ള പരിണാമം മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷേ ശാസ്ത്രത്തിൽ ഇതെല്ലാം നമ്മൾ വ്യക്തമായ വസ്തുനിഷ്ഠതയോടുകൂടി തന്നെ മനസ്സിലാക്കണം. ഓരോന്നിനും ഓരോന്നിൻ്റെതായിരിക്കുന്ന പന്ഥാവുകളുണ്ട്. ഇപ്പം തന്ത്രശാസ്ത്രത്തിലാണെങ്കിൽ ഈ ദക്ഷിണ കാളിക എന്ന് പറയാം. ശിവപെരുമാളിൻ്റെ നെഞ്ചിൽ ചവിട്ടി നിൽക്കുന്ന കാളിയുടെ പാദം ഇടത്തെ കാലാണെങ്കിൽ ആ കാളിക്ക് വാമകാളി എന്നും വലത്തെ കാലാണെങ്കിൽ ദക്ഷിണ കാളിക എന്നാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസദേവന്റെ ഉപാസനാമൂർത്തി ഈ ദക്ഷിണ കാളികയായിരുന്നു. അപ്പോൾ അമ്മയായിരിക്കുന്ന സതീമാതാവിന് എവിടെയാണ് ജനന മരണങ്ങൾ, എവിടെയാണ് ജനിവൃതി ചക്രങ്ങൾ? അങ്ങനെയില്ല. ആത്മവസ്തുവിൻ്റെ കഥയാണ് ഇവിടുത്തെ പ്രതിപാദിത വിഷയം. അപ്പോൾ ആ അമ്മയുടെ സ്വരൂപത്തെ അമ്മ അടുത്ത കൽപ്പത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുക. തുടർന്നാണ് നാരദര് പറഞ്ഞിട്ടാണ് സാക്ഷാൽ ശിവപെരുമാള് ഇതിൻ്റെ കഥയുടെ ഗതി മനസ്സിലാക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയാത്ത ആളല്ല ശിവപെരുമാള്. അങ്ങനെ പിന്നീട് ശിവജടയിൽ നിന്ന് ശിവാംശം തന്നെ, വീരഭദ്രൻ തന്നെ പുറത്തേക്ക് വന്നു എന്നാണ് പറയുക. അപ്പം എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്? ദക്ഷരൂപിയായിരിക്കുന്ന ബുദ്ധി ആത്മവസ്തുവിൽ നിന്ന് വിമുഖമാകുമ്പോൾ ഈ യാഗത്തിൻ്റെ സ്ഥിതി യാഗശാല മുഴുവനും ധൂമങ്ങൾ കൊണ്ട് നിറയും എന്നാണ്. ധൂളി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ മായയുടെ സ്വരൂപമാണ്. അപ്പോൾ ഭഗവാന്റെ അനുചരന്മാർ യജ്ഞശാലയെ വലയം ചെയ്തു. അങ്ങനെ യജ്ഞശാല നാമാവശേഷമാക്കി എന്നാണ്. ദേവകള് ബ്രഹ്മദേവനെ വിവരമറിയിച്ചു. അങ്ങനെ ശങ്കരനോട് മഹാപരാധം പ്രവർത്തിച്ചു എന്ന് ബ്രഹ്മാവ് അറിഞ്ഞു. അപ്പോൾ ബ്രഹ്മ സ്വരൂപവും അതുപോലെ തന്നെ ഭഗവാൻ മഹാവിഷ്ണുവും ഈ യാഗത്തിൽ പങ്കെടുത്തിട്ടില്ല.
അവർ പോയി ശങ്കരനെ ക്ഷണിക്കാത്തതിന് അവർ പോയില്ല എന്നല്ല, ആത്മവസ്തുവിനെ തിരിച്ചറിയാനുള്ള കൽപ്പ് ശങ്കരൻ ഉണ്ടായിരുന്നില്ല, ഇവരാരും ക്ഷണിക്കപ്പെട്ടിരുന്നില്ല എന്നാണ്. അങ്ങനെ ഈ ദേവന്മാരെല്ലാം കൈലാസത്തിൽ എത്തിച്ചേരുകയാണ് ഒടുക്കം നമ്മൾ കാണുന്നത്. അങ്ങനെ ആ കൈലാസത്തിൻ്റെ വർണ്ണനകളൊക്കെ പറയുന്നുണ്ട്. അതിഗംഭീരമായിരിക്കുന്ന കൈലാസത്തിൻ്റെ വർണ്ണനകളും ഭാഗവത ശാസ്ത്രം വർണ്ണിച്ചു വെച്ചിട്ടുണ്ട്. കൈലാസം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? നേരത്തെ പറഞ്ഞു, ആക്ടിവേറ്റഡ് ആയിരിക്കുന്ന കോൺഷ്യസ്നെസ് തന്നെയാണ് കൈലാസം എന്ന് പറയുന്നത്. ഇത് ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും ഭാരതത്തിൽ കാണാം. അതുകൊണ്ടാണ് പറയുക, ഈ ബദരീ യാത്ര, ഉദ്ധവന്റെ ബദരീ യാത്ര, ശ്രീശുക മഹർഷിയുടെ അവധൂത വൃത്തി, ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? കൈലാസം ബാഹ്യമായിട്ടും നമ്മൾ പോവേണ്ടതാണ്, ആന്തരികമായിട്ടും നമ്മൾ കൈലാസപ്രാപ്തിയിലേക്ക് പോവേണ്ടതാണ്. കൈലാസം എന്ന് പറയുന്നത് അവനവൻ്റെ തന്നെ പ്രചോദിതമായിരിക്കുന്ന ബുദ്ധിയുടെ ഏറ്റവും തീക്ഷ്ണമായിരിക്കുന്ന മണ്ഡലം കൂടിയാണ്. അതിൻ്റെ അനിതര സാധാരണങ്ങളായിരിക്കുന്ന വർണ്ണനകൾ എത്ര കാലം കൊണ്ട് പറഞ്ഞാലാണ് തീരുക? കുറച്ചൊക്കെ നമ്മൾ യാത്ര ചെയ്യുകയും കൂടെ വേണം. അപ്പോഴാണ് ആധ്യാത്മികതയുടെ ഒരു പൂർണ്ണത നമ്മളിൽ വന്നു ചേരുക. യാത്ര ചെയ്യുന്നവന് മാത്രമാണ്, നടക്കുന്നവന് മാത്രമാണ് ഈ ലോകത്ത് വഴിയുള്ളതെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ മഹാദേവൻ്റെ അടുത്തേക്ക് കൈലാസത്തിലേക്ക് ചെന്ന് ചേരുകയും ആ കൈലാസത്തിൽ വെച്ചിട്ട് മഹാദേവനോട് ഈ കാര്യങ്ങൾ പറയുകയും ചെയ്യണം. അപ്പം കൈലാസത്തിൽ ചെന്ന് ഈ കാര്യങ്ങൾ പറയുമ്പോൾ മഹാദേവനെ സംബന്ധിച്ചിടത്തോളം ഈ മഹാദേവൻ പറയുന്നത് എന്താ വെച്ചാൽ, ദക്ഷനെ പോലുള്ള ഒരാൾ എന്നെ അപമാനിക്കാനോ ബഹുമാനിക്കാനോ എങ്ങനെയാണ് സാധിക്കുക? കാരണം ഇവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ബാലബുദ്ധികളുടെ അപരാധം ഈശ്വരൻ ഒരിക്കലും കാര്യമാക്കാറില്ല. ആ ദക്ഷ പ്രജാപതിയെ എന്താ ചെയ്യേണ്ടത്? ദക്ഷൻ്റെ ശിരസ് ഇല്ലാണ്ടായല്ലോ, ആ ശിരസിന് പകരം ആടിൻ്റെ തല, അജം എന്നാണ്. എന്താ അതിനർത്ഥം? ദക്ഷൻ്റെ ശിരസ് മാറ്റിവെക്കാനായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒരാൾക്ക് മാത്രമേ സാധ്യമാവുള്ളൂ. ആർക്ക് മാത്രമാണ്? ദക്ഷൻ്റെ ശിരസ് മാറ്റിവെക്കാനായിട്ട് സാധിക്കുന്ന ഒരേ ഒരാൾ സാക്ഷാൽ പരമേശ്വരൻ മാത്രമാണ്. അജം എന്ന് പറഞ്ഞാൽ ജന്മമില്ലാത്ത സ്വരൂപം എന്നാണ്, ജന്മത്തിന് അതീതമായിട്ടുള്ളതാണ്. അല്ലാതെ ആട് എന്ന അർത്ഥത്തിൽ മാത്രമല്ല. അതാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ വാഹനം പണ്ട് അജമായിരുന്നു എന്ന് പറയും. ആട് ബ്രഹ്മസ്വരൂപമാണ്. അപ്പം അതായത് ഈ ദക്ഷൻ്റെ തല മാറ്റി വയ്ക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടു എന്നാണ്. നമ്മളുടെ ശിരസ് മാറ്റി വെക്കണമെങ്കിൽ അതിന് സാധിക്കുന്ന ഒരേ ഒരാളെ ഈ പ്രപഞ്ചത്തിലുള്ളത് സാക്ഷാൽ മഹാദേവനാണ്. മഹാദേവന് മാത്രമേ നമ്മളുടെ തല മാറ്റി വെക്കാൻ സാധിക്കൂ. അപ്പോൾ ആ ഗർവത്തെ ഹനിച്ചു എന്നാണ്, അവിദ്യയെ ഹനിച്ചു എന്നാണ്. അങ്ങനെ ആ അവിദ്യയെ ഹനിച്ച സമയത്താണ് ദക്ഷ പ്രജാപതി സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെയും സ്തുതിക്കുന്നുണ്ട്. ശുദ്ധം സ്വധാന്യുപരദാല ബുദ്ധ്യവസ്ഥം ചിന്മാത്രമേകം അഭയം പ്രതിഷിധ്യമായാം തിഷ്ടം സ്തയൈവ പുരുഷത്വമവേത്യ തസ്യാമാസ്തേ ഭവാനപരിശുദ്ധ ഇവാത്മതന്ത്ര. ഏ ഭഗവാൻ, ഞാൻ അവിടുത്തെ പാദങ്ങളിൽ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. അപ്പോൾ ഭേദബുദ്ധി കൊണ്ട് നശിച്ചു പോയിരിക്കുന്ന യജ്ഞത്തെ പിന്നീട് ദക്ഷൻ പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മാവ്, പരമേശ്വരൻ, വിഷ്ണു ഇവരൊക്കെ വെവ്വേറെയാണ്. അല്ലെങ്കിൽ ശിവപെരുമാളിനെ ക്ഷണിക്കാതെ ഒരു യാഗം നടത്താം എന്നൊക്കെ കരുതുന്ന ദക്ഷൻ്റെ സ്വരൂപം അജ്ഞാനത്തിൻ്റെ സ്വരൂപമാണ്. അപ്പം ഈ അജ്ഞാനത്തിൻ്റെ സ്വരൂപം വെച്ചുകൊണ്ട് ചെയ്ത യാഗം എന്ന് പറഞ്ഞാൽ ജീവിതമാകുന്ന യാഗം തന്നെയാണ്. അപ്പം അറിവില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ അഹംകൃതി എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയുടെ ജന്യരൂപം തന്നെയാണ്. അപ്പം ആ അറിവില്ലായ്മയുടെ തലങ്ങളിൽ നാം അനുഷ്ഠിക്കുന്ന നമ്മുടെ ജീവിതയജ്ഞത്തിൽ മഹാദേവനെ എപ്പോഴാണോ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ മാത്രമാണ് ജീവിതമാകുന്ന ഈ യാഗം സാർത്ഥകമായി തീരുക എന്നതാണ് ദക്ഷയാഗത്തിൻ്റെ ആധ്യാത്മികമായിരിക്കുന്ന വശത്തിൻ്റെ സന്ദേശം. ഇതിപ്പോൾ ഈ ആധ്യാത്മികമായിരിക്കുന്ന സന്ദേശം പറയാന്നുള്ളതാണല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ വളരെ ഫാസ്റ്റായിട്ട്, കാരണം കുറച്ചധികം അധ്യായം ഉള്ളതാണ്. അപ്പം അതെല്ലാം നമ്മൾ വിസ്തരിക്കാൻ സാധ്യതയില്ല. അപ്പം ഇതിൻ്റെ ആധ്യാത്മികമായിരിക്കുന്ന വശതാണ്. അല്ലാതെ ഇവിടെ ഈ കഥയല്ല ഉദ്ദേശിച്ചത്, മറിച്ച് കഥയിലെ ബിംബങ്ങൾ എങ്ങനെയാണ് നമ്മൾ സമമായിട്ട് വീക്ഷിക്കേണ്ടത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ബോധിക്കേണ്ടത്. അതായത് ആത്മവസ്തുവിനെ, അദ്വൈതം എന്ന് പറയുന്നത് വെറുതെ പറയാനുള്ളതല്ല. ആ നിത്യവസ്തുവിനെ മറന്നാൽ എത്രത്തോളം അപകടകരമാവും നമ്മുടെ ജീവിതമാകുന്ന യാഗം. അതിനെ നേരെയാക്കാനായിട്ട് അറിവ് കൊണ്ട് മാത്രമാണ് സാധ്യമാവുക. പ്രകൃതി ഉപാസന, സതീമാതാവ് പോലും ദക്ഷയാഗശാലയിൽ വന്നിട്ടല്ല. അത് ശ്രദ്ധിക്കേണ്ടതാണ്. പരമേശ്വരനല്ലാതെ, പുരുഷനല്ലാതെ, ആ പ്രകൃതി പുരുഷന്മാർക്കല്ലാതെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ
ആർക്കും സാധ്യമല്ല എന്നുള്ളതാണ് യാഗത്തിൻ്റെ സാങ്കത്യം. അപ്പോൾ ഏതായാലും നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ തല മാറ്റി വയ്ക്കാനും പരമേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി, ഈ സദസ്സിൽ വന്നിരിക്കാനുള്ള യോഗ്യതകളൊന്നുമില്ലെങ്കിലും ഇങ്ങനെ ഇവിടെ വരാനായിട്ട് ഭാരതീയ സന്യാസ പരമ്പരയിൽ പെട്ട മഹാത്മാക്കളുടെ വലിയൊരു ചിന്തയുടെ സദംശങ്ങൾ നമ്മളിലേക്ക് പ്രസരിക്കും. നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒത്തുകൂടാനുള്ള അവസരം ഉണ്ടാവുന്നത് സ്വാമിജിയുടെ ധർമ്മ പ്രചരണത്തിൻ്റെ അനിഷേധ്യമായിരിക്കുന്ന സത്യത്തിൻ്റെ മൂല്യം കൊണ്ടാണ്. അപ്പം നമ്മളെല്ലാവരെയും ഭാരത സന്യാസ പരമ്പരകൾ മുഴുവനും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി, ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭാരതീയ സന്യാസ പരമ്പരയുടെ മൊഴിമുത്തുകളാണെന്നും മനസ്സിലാവാതെ പോയത് പറഞ്ഞ ആളിൻ്റെ മാത്രം അപാകത കൊണ്ട് മാത്രമാണെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഈ വലിയൊരു വിഷയത്തെ അവതരിപ്പിക്കാൻ ശ്രമിക്കാൻ പോലും നമുക്ക് സാധ്യമല്ലാത്ത ഈ സാഹചര്യത്തിൽ ഏതൊക്കെയോ ചില വാക്കുകൾ ഭഗവത് പ്രേരണ കൊണ്ട് പറയാൻ പരിശ്രമിച്ചു. ഏതായാലും ഇവിടെ വന്നിരിക്കുന്നതാണ് പുണ്യം. വിഷയാവതരണമോ അല്ലെങ്കിൽ കേൾക്കലോ അല്ല. ഈ വേദിയിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ ഇനിയും ഭഗവാൻ അവസരങ്ങൾ തന്ന് നമ്മളെ ജീവിത പാതയിൽ മുക്തിമാർഗത്തിലേക്ക് നയിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ വാക്കുകൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കട്ടെ.